ഭഗവാന്റെ വിവിധങ്ങളായ കഥകൾ. അതിൽ തൃതീയ സ്കന്ധത്തിൽ കപിലോപദേശം എന്നുള്ള ഭാഗം നമ്മൾ കേട്ടു. അതിനുശേഷം ചതുർത്ഥ സ്കന്ധത്തിൽ 2 പ്രകരണങ്ങൾ. അതിൽ ധ്രുവചരിത്രം കേട്ടു. ധ്രുവന്റെ കഥ പ്രചേതസ്സുകളുടെ സത്രയാഗത്തിൽ പാടി എന്ന് പറഞ്ഞപ്പോഴാണ് ആരാണ് പ്രചേതസ്സുകൾ എന്നൊരു ചോദ്യമുണ്ടായത്. അതേ തുടർന്ന് വേനന്റെ കഥ പറഞ്ഞു. അംഗരാജാവ്, ഈ ധ്രുവന്റെ പരമ്പരയിൽപ്പെട്ട ഒരു രാജാവാണ് അംഗൻ. അദ്ദേഹത്തിന് കുട്ടികളുണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു യജ്ഞമൊക്കെ നടത്തി. ആ യജ്ഞത്തിൽ നിന്ന് സുവർണ രൂപത്തിൽ, സ്വർണ്ണ നിറത്തിൽ ഒരു പുരുഷൻ ഒരു പായസവുമായിട്ട് വന്നു. അത് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം അത് തൻ്റെ പത്നിയായ സുനീതയ്ക്ക് ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ കിട്ടിയ പ്രസാദം അദ്ദേഹം ഘ്രാണിച്ചു നോക്കി എന്ന് സജ്ജനങ്ങൾ പറയാറുണ്ട്. പ്രസാദമാകട്ടെ, ഭഗവാനുള്ള സമർപ്പണമാവട്ടെ, നമ്മളതൊന്നും ഒരിക്കലും മണത്തു നോക്കാൻ പാടില്ല എന്നാണ്. അത് നമ്മുടെ ഒരു രീതിയല്ല. അപ്പം അങ്ങനെ അതേ തുടർന്ന് ആ ഒരു പുത്രനുണ്ടായി. ആ പുത്രൻ മഹാദുഷ്ടനായി വളർന്നു വന്നു എന്ന സാമം, ദാനം, ഭേദം, ദണ്ഡം എന്നിങ്ങനെയുള്ള 4 ഉപായങ്ങളിലൂടെ ഉണ്ണിയെ നേർവഴിക്ക് കൊണ്ടുവരാൻ നോക്കിയെങ്കിലും ആ സുനീതയുടെ പുത്രൻ വലിയ നിരീശ്വരവാദിയും മഹാദുഷ്ടനുമായി തീർന്നു. കുട്ടിക്കാലം മുതൽ തന്നെ പരദ്രോഹം ചെയ്യലായിരുന്നു ഏറ്റവും വലിയ സന്തോഷം. എന്താ ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ ആളുകളെ ദ്രോഹിക്കലാണ് ഏറ്റവും ഇഷ്ടം. അത് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ചെറിയ രൂപത്തിലായിരുന്നു. വലുതായപ്പോൾ വീണ്ടും വീണ്ടും അത് വർദ്ധിച്ചു വന്നു. രാജകുമാരനായതുകൊണ്ട് ആർക്കും അതിനെ തടുക്കാൻ സാധിച്ചില്ല. രാജാവിൻ്റെ അടുത്ത് വന്ന് പരാതി പറഞ്ഞു. രാജാവ് പല രീതിയിൽ ഗുണദോഷിച്ചു നോക്കി, ശിക്ഷിച്ചു നോക്കി, യാതൊരു ഫലവും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കെ അംഗരാജാവ് വിചാരിച്ചു, ഇത് ഭഗവാന്റെ ഒരു വലിയൊരു അനുഗ്രഹമാണ്. ഇതൊക്കെ സജ്ജനങ്ങൾക്ക് മാത്രം തോന്നുന്നതാണ്. ഇങ്ങനെ ഒരു ദുഷ്ടനായ പുത്രനുണ്ടായത് എൻ്റെ അനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹം എനിക്ക് കിട്ടിയതാണ് എന്ന് വിചാരിക്കാൻ സാധിക്കുക. ഇത് വലിയൊരു മനസ്സിൻ്റെ വലിയൊരു വലിപ്പമാണ് കാണിക്കുന്നത്. അദ്ദേഹം ആലോചിച്ചിട്ട് വിചാരിച്ചു, ഇങ്ങനൊരു ദുഷ്പുത്രൻ ഉണ്ടായതുകൊണ്ട് തനിക്ക് ജീവിതത്തിൽ വിരക്തി വന്നിരിക്കുന്നു. ഇനിയുള്ള കാലം ഭഗവാനെ ഭജിച്ച് ജീവിക്കാം. നല്ലൊരു പുത്രനാണെങ്കിലോ ആ പുത്രനിൽ സ്നേഹം ഉണ്ടാവും. അതേ തുടർന്ന് ഈ ഗൃഹത്തിൽ തന്നെ ജീവിക്കണം തോന്നും. അങ്ങനെ ഇന്ദ്രിയാരാമനായി ഇവിടെ കഴിയും. ഇന്ദിരാകാന്തനായിരിക്കുന്ന ഭഗവാനെ അനുസ്മരിക്കാൻ തോന്നില്ല. ഇതേതായാലും നന്നായി എന്ന് വിചാരിച്ച് അദ്ദേഹം ആരോടും പറയാതെ ഒരു രാത്രി രാജകൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. കാട്ടിലേക്ക് പോയി ഭഗവാനെ ഭജിച്ച് മോക്ഷം നേടി. അംഗരാജാവില്ലാതെയായി, അരാജകത്വം, രാജ്യം ഭരിക്കാൻ ആളില്ല. ഈ സന്ദർഭത്തിലാണ് പുതിയൊരു രാജാവിനെ കണ്ടെത്തണം എന്ന ചിന്ത. മഹർഷിമാര് അവരിതാ പരസ്പരം ആലോചിച്ചു. അവസാനം വേനനെ തന്നെ രാജാവാക്കി. ചിലപ്പോൾ അധികാരവും ഉത്തരവാദിത്വവും വരുമ്പോൾ ചിലപ്പോൾ നേരെയാവും ഇല്ലേ, ഇങ്ങനെയുള്ള കുഴപ്പമുള്ള ആളുകളൊക്കെ. അത് വിചാരിച്ചിട്ടാണ് വേനനെ രാജാവാക്കിയത്. പക്ഷെ രാജാവായതോടുകൂടി ഇതുവരെ എത്ര കണ്ട് ആ ദുഷ്ടതരങ്ങളുണ്ടായിരുന്നു അതിൻ്റെ ഇരട്ടിയോ അല്ലെങ്കിൽ അതിലെത്രയോ അധികമായി അദ്ദേഹത്തിൻ്റെ ദുഷ്ടതരങ്ങൾ. അദ്ദേഹം പറഞ്ഞു, ഞാനാണ് ഈ ലോകത്തിൻ്റെ ഈശ്വരൻ. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രാജാവ് സർവദേവതാ സ്വരൂപനാണ്. എല്ലാ ദേവന്മാരും രാജാവിൽ കാണാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് നിങ്ങൾ എവിടെയോ ഇരിക്കുന്ന ഈശ്വരനെ ഒന്നും ഇനി ആരാധിക്കേണ്ട. അവിടെയുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ട്, എവിടെയോ ഇരിക്കുന്നവനല്ല, നമ്മുടെ ഹൃദയത്തിൽ മിന്നിത്തിളങ്ങുന്നവനാണ് ഈശ്വരൻ എന്ന് പറയാൻ പോലും അവർക്ക് സാധിച്ചില്ല. അവരോട് വേനം പറഞ്ഞു, നിങ്ങൾക്ക് നാമം ജപിക്കണമെങ്കിൽ ഓം നമഃ ശിവായ എന്നല്ല, പുതിയൊരു പഞ്ചാക്ഷരി മന്ത്രം ഞാൻ പഠിപ്പിച്ചു തരാം. എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തു. തൻ്റെ നയം പ്രഖ്യാപിച്ചു, ഓം വേനായ നമ. ഇതാണ് പുതിയ മന്ത്രം. ഈ മന്ത്രം ജപിച്ചാൽ മതി. സാധാരണ രീതിയിൽ ന യഷ്ടവ്യം ന ഹോതവ്യം ന ദാതവ്യം. ആരും യജ്ഞം ചെയ്യണ്ട, ഹോമം നടത്തണ്ട, ദാനം ചെയ്യണ്ട. പിന്നെയോ നിങ്ങളെല്ലാം എനിക്ക് തരിക, ഞാനാണ് നിങ്ങളുടെ ഈശ്വരൻ. ഇങ്ങനെ അധർമ്മം മാത്രം കൈമുതലായിട്ടുള്ള ആ വേനൻ രാജ്യം ഭരിച്ചതോടുകൂടി ഈ ഭൂമിയിൽ, ആ രാജ്യത്ത് മഴയില്ലാതെയായി.
പട്ടിണി മരണങ്ങൾ കൂടിത്തുടങ്ങി, പകർച്ചവ്യാധികൾ വന്നു. ഇങ്ങനെ ആ ധർമ്മം ചെയ്യുന്നവരെ കൂടി ദ്രോഹിക്കുന്ന അധർമ്മം കൂടി ഉണ്ടായിരുന്ന ദാരിദ്ര്യം, മരണം, ക്ഷാമം, രോഗം, ഇങ്ങനെ വല്ലാതെ ആളുകൾ ബുദ്ധിമുട്ടിയപ്പോൾ മഹർഷിമാർ വീണ്ടും വേനൻ്റെ അടുത്തേക്ക് എത്തി. അങ്ങയെ ധർമാനുസാരിയായി ഭരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. ഞങ്ങളുടെ ആഗ്രഹങ്ങളെയും ഞങ്ങളുടെ ആ താല്പര്യങ്ങളെയും ഒന്ന് അങ്ങ് ഇത്തരത്തിൽ തള്ളിക്കളയരുത്. അങ്ങ് ധർമാനുസാരിയായി ജീവിച്ചാൽ മാത്രമേ ധർമ്മം നമ്മളെ രക്ഷിക്കുള്ളൂ. ധർമ്മോ രക്ഷതി രക്ഷിത എന്നാണ്. അതുകൊണ്ട് ഈ അത്യാപത്തു നിന്നൊക്കെ രക്ഷപ്പെടാൻ ധർമാനുസാരിയായി ഈശ്വരനെ ആശ്രയിച്ച് ജീവിക്കൂ എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ വേനൻ അത് ഒട്ടും ഇഷ്ടായില്ല. വേനൻ പറഞ്ഞു, സത്യത്തിൽ ഞാൻ തന്നെയാണ് ഈശ്വരൻ, നിങ്ങൾക്കിത് പറയാനുള്ള അർഹതയൊന്നുമില്ല. ഇനിയും വന്ന് പറഞ്ഞാൽ കഴുത്തിൽ തല കാണില്ല പറഞ്ഞു. മഹർഷിമാർക്ക് ദേഷ്യം വന്നു. അവർ ഒന്ന് അമർത്തി മൂളിയതോടുകൂടി ആ ഹുങ്കാര ശബ്ദത്തിൽ ആ വേനൻ സിംഹാസനടക്കം മറിഞ്ഞു വീണ് മരിച്ചു. അമ്മയായ സുനീത ഈ വേനൻ്റെ മൃതദേഹം എടുത്ത് സൂക്ഷിച്ചു. എണ്ണത്തോണിയിൽ സൂക്ഷിച്ച ആ മൃതദേഹം മഥനം ചെയ്തപ്പോൾ അതിൽ നിന്നൊരു സ്വരൂപമുണ്ടായി. അവരാണ് നിഷാദന്മാർ, കാട്ടാളന്മാർ. അവരൊക്കെ കാട്ടിലേക്ക് പോയി. വീണ്ടും ആ ദേഹം മഥനം ചെയ്തപ്പോൾ, വലതുകൈ മഥനം ചെയ്തപ്പോൾ അവിടുന്ന് ക്ഷത്രിയ ശ്രേഷ്ഠനായിരിക്കുന്ന സാക്ഷാൽ പൃഥു എന്ന പേരിൽ ഭഗവാൻ അവതരിച്ചു. ഭഗവാന്റെ പത്നിയായ ലക്ഷ്മി ഭഗവതി അർച്ചിസ് എന്ന പേരിൽ അവിടെ പൃഥുവിൻ്റെ ഭാര്യയായും അവതരിച്ചു. അങ്ങനെ ആ ഭഗവാന്റെ അവതാരം എല്ലാവരും ആഘോഷപൂർവ്വം കൊണ്ടാടി. ഗന്ധർവന്മാർ പാട്ടുപാട്, അപ്സരസുകൾ നൃത്തം വയ്ക്കുക, ബ്രഹ്മാദി ദേവന്മാർ, നാരദാദി മഹർഷീശ്വരന്മാരൊക്കെ വന്നു. അവരൊക്കെ മഹാരാജാവിന് പലതരത്തിലുള്ള കാഴ്ചകൾ നൽകി. അഷ്ടദിക്പാലകന്മാരുടെ അവരുടെ അധികാരത്തെ ആ പൃഥു മഹാരാജാവിന് കൊടുത്തു. സിദ്ധചാരണാദികൾ, ആകാശാദി ആ ഗമനത്തിനുള്ള സർവ സൗഭാഗ്യങ്ങൾ നൽകി അനുഗ്രഹിച്ചു. മഹാദേവൻ വളരെ വിശേഷമായിട്ടുള്ളൊരു വാള് കൊടുത്തു. ഭഗവാൻ തന്നെ സുദർശന ചക്രത്തെ പൃഥുവിനെ ഏൽപ്പിച്ചു. അങ്ങനെ പൃഥു രാജ്യം ഭരിക്കാനായിട്ട് തുടങ്ങുന്നു. സൂതന്മാരെ, മാഗധന്മാരെ, വന്ദികളെ, ഇവരുടെ സ്വഭാവം എന്താ? ഈ രാജാവിനെ സ്തുതിക്കുക. സ്തുതിപാഠകന്മാർ അവർ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ പൃഥു പറഞ്ഞു, നിങ്ങൾ ആരും എന്നെ സ്തുതിക്കരുത്. ഞാൻ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടാണെങ്കിൽ എന്നെ അഭിനന്ദിക്കാം, അല്ലാതെ ഒരിക്കലും എന്നെ സ്തുതിക്കാൻ പാടില്ല. പൃഥു മഹാരാജാവ് ഇന്നത്തെ ഭരണാധികാരികൾക്ക് സത്യത്തിൽ വലിയൊരു മാതൃകയാണ്. ഇവിടെ പൃഥു പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ചെയ്തുവെങ്കിൽ ചെയ്യാത്ത എന്നെ സ്തുതിക്കുന്നത് എനിക്ക് തന്നെ ലജ്ജ വരുത്തുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് അതൊന്നും ചെയ്യരുത്. എല്ലാവരും ഈശ്വരനെ വാഴ്ത്തു. അപ്പോഴേക്കും മഹർഷിമാർ വന്ന് പറഞ്ഞു, അവരുടെ ജോലിയല്ലേ, അവരുടെ പ്രവൃത്തി അവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോൾ പൃഥു പറഞ്ഞു, എങ്കിൽ അവരൊക്കെ എന്നെ ആശീർവാദങ്ങളെ കൊണ്ട് അനുഗ്രഹിക്കട്ടെ. ഈ രീതിയിൽ അവർ പൃഥുവിനെ കുറിച്ച് പറഞ്ഞു. സാക്ഷാൽ ദേവേന്ദ്രൻ പോലും ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ തോൽക്കും. ക്ഷമാശീലനാണ്. കുറ്റം ചെയ്താൽ സ്വന്തം പുത്രനെയും ശിക്ഷിക്കും. ശത്രുവാണെങ്കിലും ധർമ്മിഷ്ഠനാണെങ്കിൽ രക്ഷിക്കും. ഗുരൂപിണിയായ ഭൂമിയെ കറന്നെടുത്ത് എല്ലാവർക്കും സർവാഭീഷ്ടങ്ങളെയും കൊടുക്കും. 100 യാഗങ്ങൾ നടത്തും. ഇന്ദ്രനെ പോലും ഭയപ്പെടില്ല. ഇങ്ങനെ ലോകത്തിന് മുഴുവൻ മാതൃകയായിട്ട് തീരട്ടെ പൃഥു മഹാരാജാവ് എന്ന് പറഞ്ഞ് അവരിതാ യാത്രയായി. ഈ സന്ദർഭത്തിലാണ് പ്രജകൾ വന്നത്. അവർ പറഞ്ഞു, ഭൂമിദേവി ഞങ്ങൾക്കൊന്നും തരണില്ല, ഭൂമിയെല്ലാം സ്വീകരിക്കുന്നതല്ലാതെ തിരിച്ചൊന്നും തരണില്ല. പൃഥു മഹാരാജാവ് പറഞ്ഞു, എങ്കിൽ ആ ഭൂമിയെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം. അമ്പും വില്ലും എടുത്തു, ഇറങ്ങി പുറപ്പെട്ടു. ഭൂമി ഗോരൂപം സ്വീകരിച്ച് രക്ഷപ്പെടാൻ നോക്കി. എവിടേക്ക് ഓടുന്നുണ്ടോ അവിടെയൊക്കെ ആ ധനുർധാരിയായിരിക്കുന്ന പൃഥുവിനെ കണ്ട് പേടിച്ച് പൃഥുവിൻ്റെ കാക്കൽ വീണ് നമസ്കരിച്ചു. ഭൂമി പറഞ്ഞു, അങ്ങ് എന്തിനാണ് എന്നെ ആക്രമിക്കണത്? അങ്ങ് പണ്ട് വരാഹമൂർത്തിയായിട്ട് അവതരിച്ചപ്പോൾ എന്നെ ആ കാരണജലത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്ന ആളല്ലേ, ഞാനൊരു സ്ത്രീയല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ പൃഥു മഹാരാജാവ് പറഞ്ഞു, തെറ്റ് ചെയ്യുന്നവരാനാണ് എന്ന് ഞാൻ നോക്കാറില്ല. അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ബാലനാണെങ്കിലും വൃദ്ധനാണെങ്കിലും ആരുമായിക്കൊള്ളട്ടെ, ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ആരായാലും അവരെ ഞാൻ ശിക്ഷിക്കുക തന്നെ ചെയ്യും. അങ്ങനെ നിന്നെ കൊന്ന് നിന്റെ മേധസ്സു കൊണ്ട് പ്രജകളുടെ വിശപ്പടക്കും ഞാൻ. നിന്നെപ്പോലെ മറ്റൊരു ഭൂമിയെ ഞാൻ സൃഷ്ടിക്കും എന്ന് പറഞ്ഞപ്പോൾ ഭൂമി പറഞ്ഞു, ഞാൻ ഇതൊക്കെ എൻ്റെ ഉള്ളിലേക്ക് സ്വീകരിച്ചു വെച്ചത്
വെറുതെയല്ല, അങ്ങയുടെ പൂർവികനായിരിക്കുന്ന ആ വേനൻ എന്നെ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങിയപ്പോൾ, എന്നിലുള്ള ഐശ്വര്യങ്ങളെ ദുരുപയോഗം ചെയ്തപ്പോൾ അതൊക്കെ ഞാൻ എന്നിലേക്ക് പിടിച്ചു വെച്ചു എന്നേ ഉള്ളൂ. ഇതൊക്കെ അങ്ങക്ക് തരാം. ഞാനിപ്പോൾ പശുവിൻ്റെ രൂപത്തിലാണ് അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്നിൽ നിന്ന് കറന്നെടുത്തോളൂ. ഓരോ വംശത്തിലെയും പ്രധാനികളെ പശുക്കുട്ടികളാക്കി മാറ്റി എന്നിൽ നിന്ന് ആവശ്യമുള്ളതൊക്കെ കറന്നെടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ദ്രനെ പശുക്കുട്ടിയാക്കിയിട്ട് ദേവന്മാർക്ക് വേണ്ടത്, പ്രഹ്ലാദനെ പശുക്കുട്ടിയാക്കിയിട്ട് അസുരന്മാർക്ക്, മനുവിനെ പശുക്കുട്ടിയാക്കി മനുഷ്യർക്ക്, ഇങ്ങനെ ഓരോന്നിനെയും വേണ്ട പോലെ കറന്നെടുത്തു. പൃഥുവിൻ്റെ ഗോദോഹനം എന്നാണ് ഈ രംഗത്തിനെ പറയുക. അങ്ങനെ പൃഥുവിന് വലിയ സന്തോഷമായി, ഭൂമിയോട് വലിയ താല്പര്യമായി. സ്വന്തം മകളെപ്പോലെ ആ പൃഥു മഹാരാജാവ് ഭൂമിയെ കാണാൻ തുടങ്ങി. ഭൂമിയിൽ ഉയർന്നു നിന്നിരുന്ന പ്രദേശങ്ങളൊക്കെ അദ്ദേഹം നിരപ്പാക്കി അവിടെ പട്ടണങ്ങളൊക്കെ നിർമ്മിച്ചു. നമ്മൾ പറയാറില്ലേ, പല ഭരണപരിഷ്കാരങ്ങൾ നമ്മൾ ആ സാമൂഹ്യശാസ്ത്രത്തിൽ സ്കൂളിൽ പഠിക്കാറുണ്ട്. മറ്റു പലരുടെയും പൃഥുവിൻ്റെ ഭരണപരിഷ്കാരം പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് പൃഥു വേണ്ട പോലെ സ്നേഹിച്ച ഭൂമിയെ പൃഥ്വി എന്ന ആളുകൾ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ പൃഥുവിൻ്റെ ഭരണകാലത്ത് ദാരിദ്ര്യമില്ലാതെയായി, രോഗമില്ലാതെയായി, നാടിനെ സർവസമ്പൽ സമൃദ്ധമാക്കി. ആർക്കും സ്വർഗത്തിലേക്ക് പോണ്ട, എല്ലാവർക്കും ഇവിടെ താമസിച്ചാൽ മതി, ആ ഒരു രീതി വന്നു. തന്നെയുമല്ല, ഇവിടെ അദ്ദേഹം നിരവധി യാഗങ്ങളൊക്കെ നടത്തി. എന്തിനു വേണ്ടിയിട്ടാണ്? തൻ്റെ പൂർവികൻ ആ വേനൻ നിരീശ്വരവാദി ആയതുകൊണ്ട് ആളുകളിൽ നിരീശ്വര മതം വർദ്ധിച്ചു വന്നപ്പോൾ അദ്ദേഹം യാഗങ്ങൾ നടത്തി. 99 യാഗങ്ങൾ കഴിഞ്ഞു. 100ാമത്തെ യാഗം ആരംഭിക്കുന്നു. അങ്ങനെ 100ാമത്തെ യാഗം ആരംഭിച്ചു കഴിഞ്ഞാൽ 100 യാഗങ്ങൾ പൂർത്തിയായാൽ അയാളെ ശതക്രതു എന്നാണ് വിളിക്കുക. അപ്പം അങ്ങനെ ശതക്രതുവായി കഴിഞ്ഞാൽ ശക്രൻ്റെ, ദേവേന്ദ്രൻ്റെ സ്ഥാനത്തിരുന്ന് സ്വർഗം ഭരിക്കാം. ദേവേന്ദ്രന് ആകപ്പാടെ പ്രശ്നമായി. ഈ പൃഥു എങ്ങാനും വന്ന് സ്വർഗലോകം കീഴടക്കിയാലോ? അതുകൊണ്ട് എന്ത് ചെയ്യാം? യാഗം മുടക്കാനുള്ള എന്തെങ്കിലും വഴി ചെയ്യാം. യാഗം മുടക്കാൻ ഏറ്റവും നല്ല എന്താ? യാഗാശ്വത്തെ അവിടുന്ന് മറയ്ക്കുക. അങ്ങനെ ദേവേന്ദ്രൻ കപടവേഷം കെട്ടി വന്ന് ആ യാഗശാലയിൽ ഇരുട്ട് സൃഷ്ടിച്ച് യാഗാശ്വത്തെ മോഷ്ടിച്ചു. ഇവിടെ അത്രി മഹർഷിക്ക് ദേവേന്ദ്രൻ്റെ പ്രവൃത്തി മനസ്സിലായി. അങ്ങനെ ആ ദേവേന്ദ്രൻ്റെ ഹീനകൃത്യം പൃഥുപുത്രനെ അറിയിച്ചു. പൃഥുവിൻ്റെ മകനെ, ആ ഉണ്ണി അവിടെ ചെന്ന് ദേവേന്ദ്രനെ തോൽപ്പിച്ച് അശ്വത്ഥയും തിരിച്ചു കൊണ്ടുവന്നു. അതുകൊണ്ട് ആ ഉണ്ണിക്ക് വിജിതാശ്വൻ എന്ന പേര് കിട്ടി. എന്നാൽ ദേവേന്ദ്രൻ അടങ്ങിയിരുന്നില്ല. വീണ്ടും ഇതേപോലെ തന്നെ യാഗാശ്വത്തെ അപഹരിച്ചപ്പോൾ, എങ്കിൽ ഞാനിതാ ഇറങ്ങുകയാണെന്നും പറഞ്ഞ് പൃഥു മഹാരാജാവ് ആ യജമാന പീഠത്തിൽ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റു. അമ്പും വില്ലും എടുക്കാൻ പുറപ്പെട്ടപ്പോൾ അവിടെയുള്ള മഹർഷിമാർ പറഞ്ഞു, അങ്ങ് എന്തിനാണ് ഇതൊക്കെ ചെയ്യണത്? അങ്ങ് യജമാനനായിട്ട് ദീക്ഷ സ്വീകരിച്ചേക്കാണ് യാഗത്തിൻ്റെ ഭാഗമായിട്ട്. അതുകൊണ്ട് ഒരിക്കലും അങ്ങ് ഹിംസ പാടില്ല. അപ്പോൾ പറഞ്ഞു, ഇത് ഹിംസയല്ല, അധർമ്മത്തെ ഇല്ലാതെയാക്കലാണ്. അത് ദേവേന്ദ്രനാണെങ്കിലും ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ഞാൻ ഇറങ്ങുള്ളൂ. പൃഥു മഹാരാജാവിൻ്റെ വാക്ക് കേട്ടപ്പോൾ അതിന് ഈ അമ്പും വില്ലും വേണമെന്നില്ല. ഞങ്ങളുടെ കയ്യിലുള്ള ഈ സ്രുവവും ജുഹുവും, യാഗത്തിന് ഉപയോഗിക്കുന്ന ഈ 2 ഉപകരണങ്ങൾ മതി. ഞങ്ങൾ മന്ത്രപൂർവ്വം ആവാഹിച്ചാൽ ദേവേന്ദ്രൻ ഈ അഗ്നിയിൽ വന്ന് വീഴും. എങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പൃഥു പറഞ്ഞു. ദേവേന്ദ്രൻ ഗത്യന്തരമില്ലാതെ ബ്രഹ്മാവിനെ സമീപിച്ചു. ബ്രഹ്മാവ് വന്ന് ആ പൃഥുവിനെ സമാധാനിപ്പിച്ചു. അങ്ങ് ഈ യാഗങ്ങളൊക്കെ നടത്തുന്നത് കേവലം സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയല്ല എന്ന് എനിക്കറിയാം. അത് ദേവേന്ദ്രൻ അറിയില്ല. പക്ഷേ അങ്ങ് യാഗം എവിടെ നിർത്തൂ? അങ്ങേ ഇനി മുതൽ ഏകോനശതക്രതു എന്ന് അറിയും. 99 യാഗങ്ങൾ നടത്തിയ ആള് എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. 100 യാഗത്തിൻ്റെ പുണ്യം ഏകോനശതക്രതു എന്ന നാമം ദാ അങ്ങയ്ക്ക് തരണു എന്ന് പറഞ്ഞു. പൃഥു ശാന്തനായി ആറാട്ട് കഴിഞ്ഞ് അവഭൃത സ്നാനമൊക്കെ കഴിഞ്ഞ് യാഗം അവസാനിപ്പിച്ചു. മഹർഷിമാർ അദ്ദേഹത്തെ അനുഗ്രഹിച്ച് അവിടുന്ന് യാത്രയായി. പൃഥു മഹാരാജാവ് ഇത്തരത്തിൽ പ്രവൃത്തി ചെയ്തപ്പോൾ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. നന്മ എവിടെയാണോ ഭക്തിയുള്ളത് അവിടെ ഭഗവാൻ എത്തും എന്ന് കാണിക്കുകയാണ്. അങ്ങനെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ദേവേന്ദ്രനുമായി ആ പൃഥു മഹാരാജാവ് സഖ്യം ചെയ്തു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പൃഥു മഹാരാജാവ് കാക്കൽ വീണ് നമസ്കരിച്ചിട്ട് പ്രാർത്ഥിച്ചു. എന്താ എനിക്ക് വേണമെന്ന് പറഞ്ഞത്? വിധൽസ്വ കർണ ആയുധം, എനിക്ക് ആയുധം കർണം വിധൽസ്വ, 10,000 ചെവികൾ തരണേ. എന്തിനാണ്? എവിടെ ഭഗവാന്റെ നാമസങ്കീർത്തനം നടക്കുന്നുണ്ടോ അത് മുഴുവൻ സ്വീകരിക്കാൻ പാകത്തിന്
എൻ്റെ ചെവികൾക്ക് ശക്തി തരണേ, എൻ്റെ മനസ്സിന് ഭക്തി തരണേ. ആ ദേവിയെപ്പോലെ, ശ്രീദേവിയെപ്പോലെ, മഹാലക്ഷ്മിയെപ്പോലെ അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ എന്നും ചേർന്ന് കിടക്കാൻ എന്നെ അനുഗ്രഹിക്കണേ, എന്നും തൃപ്പാദ പൂജ ചെയ്യാൻ അനുഗ്രഹിക്കണേ. പൃഥു മഹാരാജാവിൻ്റെ വാക്കുകൾ കേട്ട് ഭഗവാൻ അനുഗ്രഹിച്ച് അവിടുന്ന് യാത്രയായി എന്ന് പറയുന്നു. ഏതായാലും പൃഥുവിനെ പിരിഞ്ഞു പോകാനുള്ള വിഷമം കൊണ്ടാണത്രേ ഭക്തഹൃദയവാസിയായിരിക്കുന്ന ഭഗവാൻ പൃഥുവിൻ്റെ ഹൃദയത്തിലേക്ക് അന്തർധാനം ചെയ്തു. പിന്നെ പൃഥു മഹാരാജാവ് ആ ബ്രഹ്മർഷികളും രാജർഷികളൊക്കെയുള്ള ജനങ്ങളൊക്കെ നിറഞ്ഞ സദസ്സിൽ വെച്ച് ഗംഭീരമായിട്ടൊരു പ്രഭാഷണം നടത്തി. ഈശ്വര വിശ്വാസത്തെക്കുറിച്ച്, തൻ്റെ പൂർവികനായ വേനൻ ഭരിച്ചിരുന്ന കാലത്ത് ഈ പാഖണ്ഡമതം, നിരീശ്വരവാദം അത് വളരെയധികം വർദ്ധിച്ചു. ഇവിടെ പറഞ്ഞു, വേനൻ എന്നൊരാൾ പറഞ്ഞതുകൊണ്ട് ഈശ്വരൻ ഇല്ലാതെയാവണില്ല. ബലി, പ്രഹ്ലാദൻ തുടങ്ങിയ അസുരശ്രേഷ്ഠന്മാർ പോലും ഈശ്വരൻ്റെ അസ്തിത്വത്തെ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ ഭഗവാനെ ആശ്രയിക്കണം. ഈശ്വരമാർഗത്തെ തെളിയിച്ചു തരുന്ന സജ്ജനങ്ങളെ നിരന്തരം കേൾക്കുകയും അവരെ പരിചരണം ചെയ്യുകയും ചെയ്യാം. ഇതൊക്കെ കേട്ടപ്പോൾ ജനങ്ങൾക്ക് ഈശ്വര വിശ്വാസത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചു. അതേപോലെ തന്നെ സനകാദിയോഗീശ്വരന്മാര് പൃഥു മഹാരാജാവിന് ആത്മതത്വത്തെ ഉപദേശിച്ചു. അങ്ങനെ വാർദ്ധക്യം വന്നു. തൻ്റെ പുത്രന്മാരെ രാജ്യഭാരമേൽപ്പിച്ച് കാട്ടിൽ പോയി അതികഠിനമായ വ്രതങ്ങളും തപശ്ചര്യകളും അനുഷ്ഠിച്ച് പൃഥു മഹാരാജാവ് ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ പൃഥു മഹാരാജാവിൻ്റെ ശരീരം ആ ചിതയിലേക്ക് എടുത്തു വെച്ച് അർച്ചിസ എന്ന ആ മഹാറാണിയും തൻ്റെ ദേഹം ഉപേക്ഷിച്ച് വൈകുണ്ഠത്തിലേക്ക് തിരിച്ചെത്തി എന്നും പറയുന്നു. അനുദിനമിതം ആദരേണ ശൃണ്വൻ പൃഥുചരിതം എന്നാണ്. ഈ പൃഥുചരിത്രം ആരാണോ ദിവസവും ഭക്തിപൂർവ്വം കേൾക്കുന്നത് അവര് ഭഗവാന്റെ പാദങ്ങളിലേക്ക് എത്തിച്ചേരും എന്ന ഫലശ്രുതി കൂടി പറഞ്ഞുകൊണ്ടാണ് രംഗം അവിടെ ഉപസംഹരിച്ചത്. അതിനുശേഷം പിന്നീട് പറയുകയാണ്, ഇപ്പം നമ്മൾ ചോദിച്ചത് പ്രചേതസ്സുകൾ ആരാണെന്നുള്ള ചോദ്യമാണ് ഉണ്ടായത്. അതിനിടയിലാണ് പൃഥു മഹാരാജാവിൻ്റെ കഥ പറഞ്ഞത്. ഇനി പ്രചേതസ്സുകളുടെ കഥ പറയുന്നു. ആരാണ് പ്രചേതസ്? ബരിഹിഷത്ത് എന്ന രാജാവിൻ്റെ 10 മക്കൾ, അവരാണ് പ്രചേതസ്സുകൾ. അവരെ 10 പേരും ഒരേ പേര്, ഒരേ സ്വഭാവം, ഒരേ രൂപം. ഈ ബരിഹിഷത്തിനെ ആളുകൾ പ്രാചീന ബരിഹിസ് എന്ന് വിളിക്കാൻ തുടങ്ങി. ബരിഹിസ് എന്ന് പറഞ്ഞാൽ ദർഭപുല്ല് എന്ന അർത്ഥമുണ്ട്. പ്രാചീനം എന്ന് പറഞ്ഞാൽ കിഴക്ക്. കിഴക്കോട്ട് തിരിച്ചു വെച്ച ദർഭപുല്ലുകൾ കൊണ്ട് ഈ പ്രാചീന ബരിഹിസ് ഭൂമി മുഴുവൻ നിറച്ചു എന്ന് പറഞ്ഞാൽ അത്രയധികം യാഗങ്ങൾ നടത്തി. എത്രയാണ് യാഗം നടത്തിയതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് തന്നെ അറിയില്ല. അപ്പോൾ ഈ യാഗങ്ങൾ കൊണ്ട് സ്വർഗലോകം കിട്ടുമെന്ന് കരുതി, അത് നിത്യസത്യമാണെന്ന് കരുതി ഇത്തരത്തിൽ പ്രവൃത്തി ചെയ്യുന്ന ആ പ്രാചീന ബർഹിസിനെ അനുഗ്രഹിക്കാൻ ഭഗവാൻ നാരദനെ പറഞ്ഞയച്ചു. ഈ സന്ദർഭത്തിൽ പ്രചേതസ്സുകളോ അച്ഛൻ്റെ നിർദ്ദേശമനുസരിച്ച് ഭഗവാനെ ഭജിക്കാൻ കാട്ടിലേക്ക് പോയി. താൻ ഈ കർമ്മകാണ്ഡത്തിൽ മുഴുകുകയാണെങ്കിലും കുട്ടികളെ ജ്ഞാനകാണ്ഡത്തിലേക്ക്, ഭക്തിയുടെ തലത്തിലേക്ക് എത്തിക്കാൻ ഉള്ള വലിയൊരു ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കുട്ടികൾ പോയി പടിഞ്ഞാറേ സമുദ്രതീരത്ത് മനോഹരമായ ഒരു സരസ് കണ്ടപ്പോൾ, അതിൽ നിന്ന് സാക്ഷാൽ പാർവതീ പരമേശ്വരന്മാർ വരണ കണ്ടപ്പോൾ ഇവർ കാക്കൽ വീണ് നമസ്കരിച്ചു. മഹാദേവൻ പറഞ്ഞു, നിങ്ങൾ ഭഗവാനെ ഭജിക്കാൻ വന്നതല്ലേ, ഈ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് ഭഗവാനെ ഭജിച്ചോളൂ. അങ്ങനെ ഭഗവാന്റെ പ്രത്യക്ഷം ഉണ്ടായാൽ നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടും. ആ ഭഗവാനെ ഭജിക്കാൻ, ആ ഭഗവാനെ സ്തുതിക്കാൻ, ആ ഭഗവാനെ തപസ് ചെയ്യാൻ വളരെ വിശേഷമായിട്ടുള്ളൊരു മന്ത്രം ഞാൻ ഉപദേശിച്ചു തരാം എന്ന് പറഞ്ഞ് യോഗാദേശം അല്ലെങ്കിൽ രുദ്രഗീതം എന്ന മഹാമന്ത്രത്തെ ഉപദേശിച്ചു. ഈ പ്രചേതസ്സുകൾ മഹാദേവനെ കണ്ട സ്ഥലമാണ് പ്രചേതസപുരി എന്ന് അറിയപ്പെടുന്ന ഗുരുഭവനപുരി എന്ന് സജ്ജനങ്ങൾ പറയുന്നു. വടക്കു ഭാഗത്ത് കാണുന്ന രുദ്രതീർത്ഥം, അത് ഈ വടക്കേ ചിറ ആണ് ഇവർ തപസ് ചെയ്ത സ്ഥലം എന്നും പറയും. അങ്ങനെ ഇവർ തപസ് ചെയ്തു. ഈ സന്ദർഭത്തിലാണ് നാരദ മഹർഷി പ്രാചീന ബർഹിസിൻ്റെ അടുത്തേക്ക് വന്നത്. എന്നിട്ട് പറഞ്ഞു, അങ്ങിങ്ങനെ കർമ്മം ചെയ്ത് ഈ ജന്മം ഒടുങ്ങിപ്പോവില്ലേ? അതിനു മുമ്പ് ധർമാനുസാരിയായി ഭക്തി നിർഭരമായി ഭഗവാനെ ആശ്രയിക്കുകയല്ലേ വേണ്ടത്? എത്ര മൃഗങ്ങളെയാണ് അങ്ങ് യാഗത്തിൻ്റെ ഭാഗമായിട്ട് കൊന്നു തള്ളിയത്? ഇതാ അവരൊക്കെ അങ്ങയോട് ആ പ്രതിക്രിയ ചെയ്യാൻ കാത്തു നിൽക്കണു, നോക്കൂ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തപ്പോൾ ആകാശവീഥിയിൽ നിറഞ്ഞു നിൽക്കുന്ന
നിരന്നു നിൽക്കുന്ന നിരവധിയായ മൃഗങ്ങളെ കണ്ട് പ്രാചീന ബർഹിസ് പേടിച്ചു. നാരദ മഹർഷി പറഞ്ഞു, അങ്ങക്ക് ഇതിൽ നിന്ന് മോചനം നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അങ്ങ് ഈശ്വരനെ മറന്ന് ജീവിച്ചത് കൊണ്ടാണ് അങ്ങക്ക് ഇത്തരത്തിൽ ഈ ജീവിതം അനുഭവിക്കേണ്ടി വന്നത്. ആ ഈശ്വരനെ ഭക്തിപൂർവം ആശ്രയിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കും. ഞാനൊരു കഥ പറഞ്ഞു തരാം അങ്ങക്ക് എന്ന് പറഞ്ഞ് കഥ പറഞ്ഞു കൊടുത്തു. അതാണ് പുരഞ്ജനോപാഖ്യാനം എന്നുള്ളത്. വെറും ഒരു കഥ. ഈ കഥയിലെ നായകൻ്റെ പേര് തന്നെയാണ് പുരഞ്ജനൻ. അദ്ദേഹത്തിനൊരു കൂട്ടുകാരുണ്ടായിരുന്നു. ആ കൂട്ടുകാരൻ്റെ പേര് ആർക്കും അറിയില്ല, പുരഞ്ജനനും അറിയില്ല. പക്ഷെ കൂട്ടുകാരനോട് കൂടി ജീവിക്കുമ്പോൾ നല്ല സുഖമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് തോന്നി ഈ കൂട്ടുകാരൻ്റെ കൂടെ ജീവിച്ചാൽ പോരാ, കുറച്ചുകൂടി നല്ല സ്ഥലത്ത് താമസിക്കണം എന്ന് തോന്നി. അങ്ങനെയാണല്ലോ നമുക്കൊക്കെ. ഒരു വീടുണ്ടാവണമെന്ന് ആദ്യം തോന്നും, അത് കഴിഞ്ഞാൽ വീടിൻ്റെ സൗകര്യങ്ങൾ കൂട്ടാൻ തോന്നും. കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്തെ വീട് കാണുമ്പോൾ അതാണ് ഇത്തിരി കൂടി നല്ലത് തോന്നും. അവിടെ താമസിച്ചാലും കുറച്ച് കഴിയുമ്പോൾ തോന്നും കുറച്ചുകൂടി നല്ലത് ഇവിടുത്തെ ഈ മുറി ഒന്ന് മാറ്റി അപ്പുറത്തേക്ക് വെക്കേണ്ടതാണ്, ഈ ജനലൊന്ന് മുറിച്ച് ഇവിടെ ഒരു വാതിൽ വയ്ക്കാം. സൗകര്യങ്ങളെ കൊണ്ട് നമുക്ക് തൃപ്തിയാവണില്ല, എത്രയായിട്ടും മതിയാവണില്ല. അങ്ങനെ അദ്ദേഹം ഈ കൂട്ടുകാരനെ ഉപേക്ഷിച്ച് എവിടേക്കോ നടന്നുപോയി. അങ്ങനെ നടന്നുപോയി അദ്ദേഹം ഹിമാലയ സാനുക്കളിൽ തെക്കുഭാഗത്തായിട്ട് മനോഹരമായ ഒരു പ്രദേശം, അതിൻ്റെ നടുവിൽ വളരെ ശ്രേഷ്ഠമായ ഒരു കൊട്ടാരം, അത് നവമുഖി എന്നറിയപ്പെടുന്ന കൊട്ടാരമാണ്. ഈ കൊട്ടാരത്തിൽ കയറിപ്പറ്റാൻ എന്താണ് വഴി? പുരഞ്ജനൻ ആലോചിച്ചു. അദ്ദേഹത്തിന് തോന്നി ഇവിടെയുള്ള പെൺകുട്ടിയെ വിവാഹം ചെയ്താൽ ഈ കൊട്ടാരത്തിൻ്റെ ആളായി മാറാം. അങ്ങനെയുള്ള സൂത്രക്കാരൊക്കെ ഉണ്ട്. നല്ല സമ്പത്തുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അവിടെ പെൺകുട്ടികളുണ്ടെങ്കിൽ അവരെ സൂത്രത്തിൽ വശത്താക്കി അവരെ വിവാഹം കഴിക്കുക. അപ്പോൾ ഈ സമ്പത്തൊക്കെ നമുക്ക് കിട്ടും. പുരഞ്ജനൻ അത്തരത്തിലുള്ള ആളാണ്. അങ്ങനെ വിചാരിച്ച അദ്ദേഹം ആ ഉദ്യാനത്തിലേക്ക് അങ്ങോട്ട് കടന്നപ്പോൾ അവിടുന്ന് അതിസുന്ദരിയായൊരു പെൺകുട്ടി ഇങ്ങോട്ട് വരുന്നു. അതിസുന്ദരനായ പുരഞ്ജനനെ കണ്ട് ആദ്യ ദർശനത്തിൽ തന്നെ അവർക്ക് ഇഷ്ടമായി. 5 ദാസന്മാര്, 5 ദാസിമാര്, 5 തലയുള്ളൊരു പാമ്പ് കാവൽക്കാരനായിട്ട് ഒക്കെ അവിടെ ഉണ്ടെന്ന് പുരഞ്ജനന് മനസ്സിലായി. അവർ പരസ്പരം സംവദിച്ചു, സംസാരിച്ചു, അവർ സമ്മതിച്ചു എന്തിന്? വിവാഹത്തിന്. അങ്ങനെ പുരഞ്ജനൻ്റെ ഭാര്യയായത് തുടർന്ന് ആ പെൺകുട്ടിയെ എല്ലാവരും പുരഞ്ജനി എന്ന് വിളിക്കാൻ തുടങ്ങി. പുരഞ്ജനി വളരെ സ്നേഹപൂർവ്വം തൻ്റെ ഭർത്താവിനെ നോക്കി. അതിനിടയിൽ പുരഞ്ജനി എന്ത് ചെയ്തു? പുരഞ്ജനി ദിവസവും കാലത്തെഴുന്നേൽക്കുന്ന പുരഞ്ജനന് ഓരോ പാത്രത്തിൽ കുറേശ്ശെ മദ്യം കൊടുക്കാൻ തുടങ്ങി. ആദ്യം കുറേശ്ശെ കൊടുത്തു, അല്ലേ? അത് കഴിഞ്ഞ് കുറച്ചുകൂടി കൂട്ടി കൊണ്ടുവന്നു. പുരഞ്ജനന് ഇപ്പോൾ ഈ മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. മദ്യം വേണം എന്ന് പറയുമ്പോൾ പുരഞ്ജനി പറയും, എങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം. അങ്ങനെ പുരഞ്ജനൻ പുരഞ്ജനിയുടെ അടിമയായി മാറി. പുരഞ്ജനി എന്ത് കാണിക്കണോ അത് കാണിക്കും. പുരഞ്ജനി ചിരിച്ചാൽ പുരഞ്ജനൻ ചിരിക്കും, പുരഞ്ജനി കരഞ്ഞാൽ പുരഞ്ജനൻ കരയും, ഓടിയാൽ ഓടും, കിടന്നാ കിടക്കും, നടന്നാ നടക്കും. അങ്ങനെ ബിംബപ്രതിബിംബങ്ങൾ പോലെ അവരിങ്ങനെ കഴിഞ്ഞു. കാലം മുന്നോട്ട് പോണു. ഒരു ദിവസം പുരഞ്ജനൻ നായാട്ടിന് പോയി. നായാട്ടിന് പോകുമ്പോൾ സാധാരണ സ്ത്രീകളെ കൊണ്ടുപോകാറില്ല. പുരഞ്ജനിയെയും കൊണ്ടുപോയില്ല. പക്ഷെ തിരിച്ചു വന്നപ്പോഴേക്കും കാര്യം വലിയ അപകടമായി. കാര്യം നിസ്സാരം എന്ന് വിചാരിച്ചാണ് പോയത്. തിരിച്ചു വന്നപ്പോൾ പ്രശ്നം ഗുരുതരമായി. പുരഞ്ജനിക്ക് ദേഷ്യം വന്നു. പുരഞ്ജനി ക്രോധാലയത്തിൽ കയറി വാതിൽ അടച്ചു. ആഭരണങ്ങളൊക്കെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. വസ്ത്രങ്ങളൊക്കെ കീറിപ്പറിച്ചു. ദേഷ്യം കൊണ്ട് സഹിക്കണില്ല പുരഞ്ജനിക്ക്. എന്നെ കൊണ്ടുപോവാതെ. പുരഞ്ജനൻ വന്നു നോക്കിയപ്പോൾ പേടിച്ചു പോയി. പിന്നെ സൂത്രത്തിൽ പുരഞ്ജനിയുടെ കാലൊക്കെ തലോടി കൊടുത്തിട്ട് പറഞ്ഞു, എന്തിനാണ് നിങ്ങനെ ദേഷ്യപ്പെടുന്നത്? പുരഞ്ജനി പറഞ്ഞു, എന്നെ കൊണ്ടുപോയില്ലല്ലോ ഇന്ന്. പുരഞ്ജനൻ പറഞ്ഞു, അതൊരബദ്ധം പറ്റിയതാണ്. ഇനി എവിടേക്കും നിന്നെ കൊണ്ടുപോയിക്കോളാം. ഉറപ്പല്ലേ? ഉറപ്പാണ്. അങ്ങനെ അവർ വീണ്ടും ആ ദാമ്പത്യ സുഖം അനുഭവിച്ചുകൊണ്ട് അങ്ങനെ കഴിയണു. ഇവർക്ക് നിരവധി പുത്രന്മാരുണ്ടായി. അവരെ കൊണ്ട് ആ രാജ്യം മുഴുവൻ നിറഞ്ഞു. ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ചില സൈന്യങ്ങൾ യുദ്ധത്തിനായിട്ട് വരുന്നു. ചണ്ഡവേഗൻ എന്ന സൈന്യാധിപൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള യുദ്ധം. കാവൽക്കാരനായിട്ടുള്ള പാമ്പ് എതിർത്ത് നിൽക്കുന്നുണ്ട്. പുരഞ്ജനന് വയസ്സുകാലത്ത് ഒരു വിവാഹം കൂടി കഴിക്കേണ്ടി വന്നു. മൃത്യുദേവൻ്റെ മകളായ കാലകന്യയാണ് അവിടെ വിവാഹം കഴിക്കേണ്ടി വന്നത്. അങ്ങനെ പുരഞ്ജനൻ്റെ പ്രധാന ഭാര്യയായി മാറി കാലകന്യ. പുരഞ്ജനിയെ ആരും
നോക്കുന്നത് പോലുമില്ല. അങ്ങനെ കാലം പിന്നെയും പോണു. ഇപ്പോൾ പുരഞ്ജനി എവിടെയാണെന്ന് പോലും അറിയില്ല. കൊട്ടാരക്കെട്ടിലെ ഏതോ മുറിയിൽ പുരഞ്ജനൻ കാലകന്യയോടെ കഴിയണു. കാലകന്യയുടെ 2 സഹോദരന്മാർ വന്നതോടുകൂടി ഈ നവമുഖിയുടെ തകർച്ച ഓരോ നിമിഷവും അത് അനുഭവവേദ്യമായി. പക്ഷേ പുരഞ്ജന ഇതൊന്നും അറിയണില്ല. കാലകന്യ കൊടുക്കുന്ന മദ്യത്തിൽ മതിമറന്ന് അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ അവസാനം ഈ 5 തലയുള്ള പാമ്പ് യുദ്ധത്തിൽ തോറ്റ് ആ നവമുഖിയിൽ നിന്ന് ഇറങ്ങിപ്പോയതോടുകൂടി ആ ദിവ്യസൗധം നിലംപൊതിച്ചു. കൊട്ടാരത്തിൽ കഴിഞ്ഞിരുന്ന ആ പുരഞ്ജനനെ പിടികൂടി കാരാഗൃഹത്തിൽ അടച്ചു. പുരഞ്ജനൻ കാരാഗൃഹത്തിൽ കിടന്ന് തൻ്റെ ഭാര്യയെ തന്നെ വിചാരിച്ചു അവസാനം മരിച്ചു. അടുത്ത ജന്മത്തിൽ അദ്ദേഹം അവിടെ വൈദർഭി എന്ന പേരിൽ വിദർഭ രാജാവിൻ്റെ മകളായി പിറന്നു. ആ പെൺകുട്ടിയെ മലയധ്വജൻ എന്ന ഒരു രാജകുമാരൻ വിവാഹം ചെയ്തു. അവർക്ക് 7 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ഉണ്ടായി. കാലം പിന്നെയും മുന്നോട്ട് പോണു. അതിനിടയിൽ മലയധ്വജൻ കാട്ടിലേക്ക് പോണു. അവിടെ വെച്ച് ആ ഒപ്പം പോകുന്ന വൈദർഭി മനസ്സിലാക്കണു തൻ്റെ ഭർത്താവ് മരിച്ചു പോയിരിക്കുന്നു. ഇനി എന്താ വഴി? ഭർത്താവിൻ്റെ ദേഹം ചിതയിലേക്ക് എടുത്തു വയ്ക്കുക, സതി അനുഷ്ഠിക്കുക. ഇത് തീർച്ചപ്പെടുത്തിയ ആ പെൺകുട്ടി സതി അനുഷ്ഠിക്കാൻ ആ തീയിലേക്ക് എടുത്ത് ചാടാൻ പുറപ്പെട്ടപ്പോഴാണ് അതാ ഒരു ബ്രാഹ്മണൻ വന്ന് ആ പെൺകുട്ടിയുടെ കയ്യിൽ പിടിച്ചു. നീ എന്താണ് കാണിക്കണത്? അപ്പോൾ പറഞ്ഞു, ഞാൻ വൈദർഭിയാണ്, എൻ്റെ ഭർത്താവ് മരിച്ചു, ഞാൻ ചിതയിലേക്ക് ചാടാൻ പോവാൻ. ആ ബ്രാഹ്മണൻ ചോദിച്ചു, നിനക്ക് അതിനു മുമ്പിലത്തെ ജന്മത്തെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ആ ബ്രാഹ്മണൻ്റെ വാത്സല്യം കൊണ്ട്, കാരുണ്യം കൊണ്ട് അവൾ പറഞ്ഞു, ഞാൻ മുജ്ജന്മത്തിൽ പുരഞ്ജനനായിരുന്നു. അതിനു മുമ്പുള്ള ജന്മം ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതെനിക്ക് വേണ്ടതുപോലെ ഓർമ്മയില്ല. ഈ പുരഞ്ജനൻ്റെ ആദ്യകാലങ്ങളെക്കുറിച്ച് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അതും ഓർമ്മയില്ല. ഈ പുരഞ്ജനിയുടെ കൂടെ കഴിഞ്ഞ കാലം മാത്രമേ ഓർമ്മയുള്ളൂ. എന്നാൽ അതിനു മുമ്പ് നിനക്ക് സുഖകരമായൊരു കാലം ഉണ്ടായിരുന്നു. നിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കൂടെ നീ കഴിഞ്ഞ ആ കാലം. അതുകൊണ്ട് ആ കാലത്തെ നീ ഒന്നുകൂടി ഓർക്കൂ. അന്ന് ആ അവിജ്ഞാത സഖാവിനെ മറന്നുപോയത് കൊണ്ടാണ് നിനക്ക് ഈ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. ഞാൻ ആ കൂട്ടുകാരനാണ്. നമ്മൾ 2 ഹംസങ്ങളായി അന്ന് മാനസ സരസിൽ സുഖമായിട്ട് കഴിഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. അത് വിട്ട് നീ ആ നവമുഖിയിലെത്തിയതാണ് നിനക്കൊക്കെ പ്രശ്നമായത്. നമുക്ക് വീണ്ടും ആ മാനസ സരസിലേക്ക് തന്നെ പോവാം എന്നും പറഞ്ഞ് 2 പേരും 2 ഹംസങ്ങളായി ആകാശവീഥിയിലേക്ക് ഉയർന്നു പൊങ്ങി. മഹാരാജാവേ, ഞാൻ പറഞ്ഞത് പുരഞ്ജനൻ്റെ കഥയുണ്ടല്ലോ, അത് അങ്ങക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സത്യത്തിൽ കർമ്മഠനായ ബുദ്ധി കുറഞ്ഞ എനിക്ക് എന്താ മനസ്സിലായത്? ഒരു കഥ മനസ്സിലായി. പക്ഷേ അങ്ങ് വെറുതെ കഥ പറയില്ല, കഥയിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കണു. എന്താണ് ഇതിൽ നിന്ന് അങ്ങ് എന്നെ ഉദ്ബോധിപ്പിക്കാൻ അങ്ങ് ഉദ്ദേശിച്ചത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സത്യത്തിൽ ഈ പുണ്യപാപ സമ്മിശ്രമായ കർമ്മങ്ങൾ ദേഹത്തെ ഉണ്ടാക്കുന്ന ജീവനാണ് പുരഞ്ജനൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ നവമുഖി എന്ന് പറയുന്നത് ദേഹം, ജീവൻ ദേഹത്തിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ എത്തിച്ചേരുമ്പോഴോ അവിടെ ബുദ്ധിയാണ് ഭാര്യ എന്ന് മനസ്സിലാക്കുക. മനസ്സാണ് മന്ത്രി, കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളുമാണ് ഈ ദാസീദാസന്മാർ. നമ്മുടെ പ്രാണനാണ് 5 തലയുള്ള പാമ്പ്. അങ്ങനെയെങ്കിൽ എന്താണ് മദ്യം? രാജാവ് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മദ്യം അഹങ്കാരമാണ്. അപ്പം സ്വപ്നമോ? അത് നായാട്ട്. സ്വപ്നത്തിൽ നമ്മൾ ബുദ്ധിക്ക് പ്രാധാന്യമില്ല. അതുകൊണ്ടാണ് ഭാര്യയെ കൊണ്ടുപോകാതെ പോയി എന്ന് പറഞ്ഞത്. പിന്നെ ആ ചണ്ഡവേഗൻ എന്ന് പറയുന്നത് കാലമാണ് എന്ന് മനസ്സിലാക്കൂ. സ്വപ്നാവസ്ഥയെ നായാട്ടായിട്ട് ചിത്രീകരിച്ചു. കാലമാണ് ചണ്ഡവേഗൻ, ജരാനരകളാണ് കാലകന്യ. വയസ്സുകാലത്ത് ഒരു വിവാഹം കഴിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അവിടെ ജരാനരകൾ ബാധിച്ചു. പിന്നീട് ആ 5 തലയുള്ള പാമ്പ് ഈ നവമുഖി വിട്ടോടിയപ്പോൾ, പ്രാണൻ നഷ്ടപ്പെട്ടപ്പോൾ, കാലം എത്തിയപ്പോൾ കാലൻ വിജയിച്ചു. കാലത്തിൻ്റെ വിജയം, ചണ്ഡവേഗൻ്റെ വിജയം. അപ്പോൾ എന്തായി? ഈ 5 തലയുള്ള പാമ്പ് അവിടുന്ന് ഓടിപ്പോയി, പ്രാണൻ പോയി, ആൾ മരിച്ചു.
എന്നിട്ടോ വീണ്ടും എന്തിനെ വിചാരിച്ച് മരിക്കണോ അതായിത്തീരും എന്നുള്ളത് കൊണ്ട് സ്ത്രീയെ പുരഞ്ജനിയെ വിചാരിച്ച് മരിച്ചതുകൊണ്ട് അവിടെ വൈദർഭിയായിട്ട് പിറന്നു. മലയധ്വജൻ എന്നുള്ളത് സജ്ജന സംസർഗമാണ്. സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗം കൊണ്ട് നമുക്ക് വീണ്ടും ആ അജ്ഞാത സുഹൃത്തിനെ, ആ ഭഗവാനെ അറിയാനായിട്ട് സാധിക്കുന്നു. ഭഗവാനോടുകൂടി കഴിഞ്ഞപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. ഭഗവാനെ വിട്ട് പുതിയൊരു ശരീരം സ്വീകരിച്ചപ്പോഴാണ് ഈ അപകടമുണ്ടായത് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈശ്വരനെ വിട്ട് വിഷയസുഖങ്ങൾ തെണ്ടി നടക്കുന്ന മനുഷ്യർ സത്യത്തിൽ ഈ അലഞ്ഞു നടക്കുന്ന തെണ്ടിപ്പട്ടികൾക്ക് തുല്യമാണ്. നാരദ മഹർഷി പറഞ്ഞു, ചിലപ്പോൾ ചോറ് കിട്ടും, ചിലപ്പോൾ ഏറ് കിട്ടും. അതുകൊണ്ട് മനസ്സിലാക്കൂ. അതുകൊണ്ട് ചിലപ്പോൾ സന്തതി, സമ്പത്ത്, ആയുസ്, ആരോഗ്യം, ചിലപ്പോൾ ദാരിദ്ര്യം, രോഗം, മരണം തുടങ്ങിയ പ്രശ്നങ്ങൾ. അതുകൊണ്ട് എല്ലാ വിഷയങ്ങളെയും വലിച്ചെറിഞ്ഞ് വിശ്വസ്വരൂപനായ ഭഗവാനെ ആശ്രയിക്കൂ. അങ്ങക്ക് എന്നെന്നും ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. ഇത് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തപ്പോൾ പ്രാചീന ബർഹിസ് പറഞ്ഞു, ഞാൻ ഇതുവരെ ഇതേക്കുറിച്ച് കേട്ടിട്ടേയില്ല. ഇത് സജ്ജനങ്ങൾക്ക് ചിലപ്പോൾ ആ സജ്ജനങ്ങളുടെ സാമീപ്യം കൊണ്ട്, സാന്നിധ്യം കൊണ്ട് നമ്മളിലും ഈ മാറ്റങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ വളരെ പെട്ടെന്നായിരിക്കും. ഒരു സപ്താഹത്തിൽ പോയപ്പോഴാവും, അതല്ലെങ്കിൽ ഒരു പ്രഭാഷണം കേട്ടപ്പോഴാവും, അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ ചെന്നപ്പോഴാവും, അല്ലെങ്കിൽ സ്വാനുഭവത്തിൽ നിന്നൊക്കെയാവും. ചില ആളുകൾ, നമ്മൾ ഇതുവരെ നിരീശ്വരവാദികളെന്ന് കരുതിയിരുന്ന ആളുകളൊക്കെ പെട്ടെന്ന് ഭക്തിയുടെ തലത്തിലേക്ക് മാറുന്നത് കാണാം. ഇവിടെ ആ പ്രാചീന ബർഹിസും വളരെ പെട്ടെന്ന് ഭഗവത് ഭജനമാണ് പരമപ്രധാനം എന്ന് പറഞ്ഞ് ഭരണത്തെ ഉപേക്ഷിച്ച് അദ്ദേഹം മോക്ഷം പ്രാപിച്ചു എന്ന് പറയും. പ്രജേതസ്സുകൾ ഭഗവാനെ തപസ് ചെയ്തു. ഭഗവാൻ 10,000 വർഷത്തെ തപസ്സിന് ശേഷം പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഈ സ്നേഹം, ഒത്തൊരുമ, സാഹോദര്യം, ഇതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായി. അതുകൊണ്ട് നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ, പഞ്ചപാണ്ഡവന്മാർ പാഞ്ചാലി എന്ന ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. നിങ്ങൾ 10 പേരും ഒരു സ്ത്രീയെ വിവാഹം ചെയ്താൽ മതി. വൃക്ഷങ്ങൾ വളർത്തുന്ന കണ്ണുപുത്രിയായ വാർക്ഷിയെ നിങ്ങൾ വിവാഹം ചെയ്യൂ. നിങ്ങൾക്കൊരു പുത്രനുണ്ടാവും. പ്രാചേതസദക്ഷൻ എന്ന പേരിൽ പ്രസിദ്ധനായിട്ട് തീരും ആ പുത്രൻ. അതുകൊണ്ട് ആ പുത്രനെ രാജ്യഭാരമേൽപ്പിച്ച് വീണ്ടും ഇവിടേക്ക് തന്നെ വരിക, എന്നെ ഭജിക്കുക, എന്നിലേക്ക് ലയിക്കുക. ഭഗവാൻ പറഞ്ഞതനുസരിച്ച് പ്രചേതസ്സുകൾ തപസ് നിർത്തി വീണ്ടും ആ രാജ്യത്തേക്ക് തിരിച്ചെത്തി, ഭരണം ഏറ്റെടുത്തു, വാർക്ഷിയെ വിവാഹം ചെയ്തു. അവർക്കൊരു പുത്രനുണ്ടായി. അവർ പുത്രനെ രാജ്യഭാരേൽപ്പിച്ച് കാട്ടിലേക്ക് പോയി. കുറച്ചു കാലം ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചതുകൊണ്ട് അവരിൽ ആ ഭഗവത് ഭജന രീതികളൊക്കെ മറന്നുപോയി. ഈ സന്ദർഭത്തിൽ നാരദ മഹർഷി വന്ന് വേണ്ടതായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ കൊടുത്തു. അവർ ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തി. ഇതുവരെയാണ് വിതുര മൈത്രേയ സംവാദ രൂപത്തിൽ ഭാഗവതം. അതോടുകൂടി ചതുർത്ഥ സ്കന്ധം പൂർത്തിയായി. ചതുർത്ഥ സ്കന്ധത്തിൽ ആദ്യം കേട്ടത് അർത്ഥം എന്ന ആ പുരുഷാർത്ഥത്തെ കാണിക്കുന്ന ദക്ഷയാഗം, കാമം എന്ന പുരുഷാർത്ഥത്തെ കാണിക്കുന്ന ധ്രുവചരിത്രം, അതിനുശേഷം ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ധർമ്മത്തെ കാണിക്കുന്ന ദക്ഷയാഗം, അർത്ഥത്തെ കാണിക്കുന്ന ധ്രുവചരിത്രം, കാമത്തെ കാണിക്കുന്ന പൃഥുചരിത്രം, മോക്ഷത്തെ കാണിക്കുന്ന പുരഞ്ജനോപാഖ്യാനം അല്ലെങ്കിൽ ആ പ്രാചീന ബർഹിസിൻ്റെ കഥ, പ്രചേതസ്സുകളുടെ കഥ. അത് കഴിഞ്ഞ് പിന്നെ പഞ്ചമസ്കന്ധത്തിലേക്ക് എത്തി. ചതുർത്ഥ സ്കന്ധത്തിൽ മനുവിൻ്റെ ഒരു പുത്രനായ ഉത്താനപാദൻ്റെ വംശം വർണ്ണിച്ചെങ്കിൽ ഇപ്പോൾ മറ്റൊരു പുത്രനായ ആ പ്രിയവ്രതൻ്റെ വംശത്തെയാണ് പറഞ്ഞത്. പ്രിയവ്രതൻ്റെ വംശത്തെ പറയുമ്പോൾ പ്രിയവ്രതൻ എല്ലാം ഉപേക്ഷിച്ച് ഭഗവാനെ ഭജിച്ച ആളാണ്. പക്ഷേ കുറേ കാലം ഭഗവാനെ ഭജിച്ചിട്ടും തിരിച്ചു വരാത്ത തൻ്റെ മകനെ ഭരണത്തിലേക്ക് കൊണ്ടുവരാൻ സ്വയംഭൂമനു ആഗ്രഹിച്ചു. മകനോട് പറഞ്ഞു തിരിച്ചു വരണം. മകൻ കൂട്ടാക്കിയില്ല. ഉടനെ തന്നെ ബ്രഹ്മാവിനെ അറിയിച്ചു. ബ്രഹ്മാവ് എന്നിട്ട് പറഞ്ഞു, ഉണ്ണി, സ്വധർമ്മങ്ങളെ ഉപേക്ഷിക്കുക, അത് വലിയ തെറ്റാണ്. ഇപ്പോൾ ഉണ്ണി ഭജനം ചെയ്യുന്നതിൽ തെറ്റില്ല, പക്ഷേ ഭരണത്തിന് അവിടെ ആളില്ലാത്ത അവസ്ഥയുണ്ട്. ഇതേ ഭരണം നടത്തുമ്പോൾ തന്നെ ഭഗവാനെ ഭജിക്കാമെന്ന് എത്രയോ ഭക്തന്മാർ കാണിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ ഗന്ധമാദനത്തിൽ നിന്ന് പോയി
അവിടെ രാജ്യഭാരം ഏറ്റെടുക്കൂ എന്ന് പറഞ്ഞു. അതേ തുടർന്ന് ആ നാരദ മഹർഷിയുടെ ശിഷ്യനായ പ്രിയവ്രതൻ മഹർഷിയുടെ കൂടി ഉപദേശപ്രകാരം ഇവിടെ വന്ന് ഭരണം ഏറ്റെടുത്തു. അങ്ങനെയാണ് അദ്ദേഹം വിശ്വകർമാവിൻ്റെ മകളായ ബർഹിഷ്മതിയെ വിവാഹം ചെയ്തത്. അദ്ദേഹത്തിന് 10 പുത്രന്മാരുണ്ടായി. അതിൽ 3 പേര് ഭഗവാനെ ഭജിച്ച് മോക്ഷം നേടി. ബാക്കി 7 പേര്. ഇദ്ദേഹം ഭരണം ഏറ്റെടുത്ത കാലത്ത് സൂര്യനെ പോലെ ഭൂമിയെ ചുറ്റി സഞ്ചരിച്ചു. അദ്ദേഹത്തിൻ്റെ രഥചക്രങ്ങൾ ഉരുണ്ട സ്ഥലങ്ങളൊക്കെ വലിയ കുഴികളായി മാറി. ഈ ഭൂമി 7 ഭാഗങ്ങളായി വേർതിരിക്കപ്പെട്ടു. കുഴികളിലൊക്കെ വെള്ളം നിറഞ്ഞു. അത് 7 സമുദ്രങ്ങളായി മാറി. ഭൂമി ദ്വീപുകളായി 7 ദ്വീപുകളായി മാറി. ജംബു, പ്ലക്ഷം, ശാൽമലി, കുശം, ക്രൗഞ്ചം, ശാകം, പുഷ്കരം എന്നിങ്ങനെയുള്ള 7 ദ്വീപുകൾ. ഇങ്ങനെ ഇദ്ദേഹം തൻ്റെ ആ ഭൂമിയെ തൻ്റെ 7 മക്കൾക്കായിട്ട് വിഭജിച്ചു കൊടുത്തു. തന്നെയുമല്ല, വിവാഹമേ വേണ്ട എന്ന് വിചാരിച്ച ആള് ഒരു വിവാഹം കഴിഞ്ഞപ്പോൾ മറ്റൊരു വിവാഹം കൂടി കഴിച്ചു. അതിൽ അദ്ദേഹത്തിന് 3 പുത്രന്മാർ: ഉത്തമൻ, താമസൻ, രൈവതൻ. 3, 4, 5 എന്നിങ്ങനെയുള്ള 3 മന്വന്തരങ്ങളുടെ അധിപതിമാരായി മാറി ഈ പ്രിയവ്രതൻ്റെ പുത്രന്മാർ. അതിനുശേഷം പറഞ്ഞു, ഈ 7 ദ്വീപുകളിൽ ജംബുദ്വീപിനെ ഭരിച്ച ആളാണ് അഗ്നിധ്രൻ എന്ന് പറയുന്നു. അദ്ദേഹം ഭഗവാനെ ഭജിച്ചു, ബ്രഹ്മാവിനെ ഭജിച്ചു. ബ്രഹ്മാവിന് കാര്യം മനസ്സിലായി, എന്തിനാ തപസ് ചെയ്യണതെന്ന്. എന്തിനാ തപസ് ചെയ്യണത്? നല്ലൊരു വിവാഹം കഴിക്കണം എന്ന് വിചാരിച്ചിട്ട്. അതിനാണ് ഗംഭീരമായിട്ടുള്ള തപസ്. പിന്നെ ബ്രഹ്മാവൊന്നും പ്രത്യക്ഷപ്പെട്ടില്ല. എങ്കിലൊരു പെൺകുട്ടിയെ പറഞ്ഞയച്ചാൽ മതിയല്ലോ. എല്ലാം അറിയുന്ന ബ്രഹ്മാവ് അവിടെ ഈ അഗ്നിധരൻ്റെ അടുത്തേക്ക് ഒരു പെൺകുട്ടിയെ പറഞ്ഞയച്ചു. പൂർവ്വചിത്തി എന്ന അവളുടെ പേര്. അവൾ നല്ല പോലെ പാട്ടുപാടും, നൃത്തം വയ്ക്കും, അതിസൗന്ദര്യമുള്ളവൾ. അവിടെ ഈ അഗ്നിധരൻ്റെ മുമ്പിൽ വന്ന് നൃത്തം വെച്ചപ്പോൾ 2 പേർക്കും വലിയ ഇഷ്ടമായി. അവർ വിവാഹം ചെയ്തു. അവർക്ക് 9 പുത്രന്മാരുണ്ടായി. നാഭി, കിംപുരുഷൻ തുടങ്ങിയ 9 പുത്രന്മാർ. അപ്പോൾ ഇദ്ദേഹം അഗ്നിധരൻ എന്ത് ചെയ്തു? ജംബുദ്വീപിനെ 9 തിരിച്ചു. നമ്മളൊക്കെ പതിവുള്ളത് പോലെ ഭാഗം വയ്ക്കുക. അച്ഛൻ ഇത്ര ഭാഗമുണ്ട്, മക്കൾ 5 പേരുണ്ട്, അപ്പോൾ 5 ഭാഗമാക്കി. ഈ 5 ഭാഗം കിട്ടിയ മക്കളോ, അവർക്ക് ഈ 2 മക്കളുണ്ടായപ്പോൾ ഈ ഓരോ ഭാഗത്തെയും 2 വിഭജിച്ചു. ഇങ്ങനെയാണ് പതിവ്. പിന്നെ സ്വയം ആർജിതമായിരിക്കുന്ന ഭൂമി ഉണ്ടെങ്കിലാണ് വേറെ കൊടുക്കുക. ഇത് ഈ ഭൂമിയെ, ആ ജംബുദ്വീപിനെ 9 തിരിച്ച് തൻ്റെ മക്കൾക്ക് കൊടുത്തു. അങ്ങനെ അജനാഭം എന്നറിയപ്പെടുന്ന പ്രദേശത്തെ ഭരിച്ചിരുന്നത് നാഭി എന്ന രാജാവ്. നാഭിയുടെ പത്നി മേരുദേവി. അവർക്ക് കുട്ടികളുണ്ടായില്ല. ഭഗവാനെ ഭജിച്ചു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. എന്താ വരം വേണ്ടത്? കുട്ടികളുണ്ടാവണം എന്നല്ല പറഞ്ഞത്, അങ്ങേ പോലൊരു ഉണ്ണി ഉണ്ടാവണം. ഭഗവാൻ പറഞ്ഞു, അത് ഒരിക്കലും സാധ്യമല്ല. കാരണം എന്നെ പോലെ ലോകത്ത് ആരുമില്ല. എങ്കിലും നിങ്ങളുടെ ഈ യജ്ഞം, നിങ്ങളുടെ ഭക്തി എന്നെ വല്ലാതെ ആകർഷിച്ചു. അതുകൊണ്ട് എന്തു ചെയ്യാം? നിങ്ങളുടെ പുത്രഭാവത്തിൽ ഞാൻ തന്നെ വരാം എന്ന് പറഞ്ഞ് ഭഗവാൻ അവിടുന്ന് അന്തർധാനം ചെയ്തു. സമയമായപ്പോൾ നാഭിരാജാവിൻ്റെയും മേരുദേവിയുടെയും പുത്രഭാവത്തിൽ ഭഗവാൻ അവതരിച്ചു. ആ ഉണ്ണിക്ക് ഋഷഭൻ എന്ന് പേര്. ഋഷഭൻ എന്ന് പറഞ്ഞാൽ എന്താ? ശ്രേഷ്ഠൻ എന്നാണ് അർത്ഥം. ശ്രേഷ്ഠമായ ഗുണഗണങ്ങളോട് കൂടിയവൻ. അപ്പം നാഭിക്ക് മനസ്സിലായി, ഈശ്വരൻ തന്നെയാണ് തൻ്റെ പുത്രഭാവത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തെ മുഴുവൻ ഭരിക്കുന്ന ആ ഭഗവാന്റെ പാദങ്ങളിൽ തൻ്റെ ഈ അജനാഭത്തെ ഏൽപ്പിച്ച് നാഭി മേരുദേവിയോടുകൂടി കാട്ടിൽ പോയി ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തി. ഋഷഭദേവൻ രാജ്യം ഭരിച്ചു തുടങ്ങിയപ്പോൾ ദേവേന്ദ്രന് തോന്നി, ആളുകൾക്കിപ്പോൾ അജനാഭം വിട്ട് എങ്ങോട്ടും പോകണമെന്നില്ല. എങ്കിൽ ഈ ഋഷഭദേവൻ്റെ ശക്തി ഒന്ന് പരീക്ഷിക്കാം. ഈ ഭൂമിയിൽ അജനാഭ വർഷത്തിൽ മഴ വേണ്ട എന്ന് തീർച്ചപ്പെടുത്തി ദേവേന്ദ്രൻ മഴ പെയ്യിക്കാതെ വന്നപ്പോൾ ആളുകൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായി. സസ്യലതാദികളൊന്നും വേണ്ട പോലെ വളരുന്നില്ല. ഭക്ഷണമില്ലാതെയായി. ഋഷഭദേവൻ എന്ത് ചെയ്തു? തൻ്റെ യോഗശക്തി കൊണ്ട് മഴ പെയ്യിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ മഴ വേണമെങ്കിൽ ഇവിടെ മഴ. ഇവിടെ അങ്ങനെ സപ്താഹം നടക്കുകയാണ്, സർവൈശ്വര്യ പൂജയൊക്കെ ഉണ്ട്. എന്നാൽ ഇന്ന് അവിടെ മഴ വേണ്ട. അങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ? നമുക്കൊന്നും പറ്റില്ല. അന്ന് ഋഷഭദേവന് പറ്റിയിരുന്നു എന്നാണ്. ഇന്ന സ്ഥലത്ത് ഇത്ര.
അവിടെ ഇത്ര സെൻറ്റിമീറ്റർ മഴ, ഇവിടെ ഇത്ര സെൻറ്റിമീറ്റർ മഴ എന്നൊക്കെ ഋഷഭദേവൻ തീരുമാനിച്ചു. അതേപോലെ നടന്നു. ആളുകൾക്കൊക്കെ സന്തോഷമായി, ഒരാൾക്കൊഴിച്ച്. അതാർക്കാ? ദേവേന്ദ്രന്. ദേവേന്ദ്രൻ ആലോചിച്ചു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഋഷഭദേവൻ ഇങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഭൂമിയിലിപ്പോൾ എന്നെ ആർക്കും വിലയില്ലാതെയാവും. എങ്കിലൊരു കാര്യം ചെയ്യാം, ഈ ഋഷഭദേവനുമായി ഒരു ബന്ധുത്വം വയ്ക്കാം. ഋഷഭദേവൻ്റെ ബന്ധു ആയിക്കഴിഞ്ഞാൽ എന്നെയും ആളുകൾ ഇഷ്ടപ്പെടും. എങ്കിലെന്ത് ചെയ്യാം? ഋഷഭദേവനാണെങ്കിൽ വിവാഹവും കഴിച്ചിട്ടില്ല. അങ്ങനെയാണല്ലോ ഒരു പുരുഷനെ അല്ലെങ്കിൽ ഒരു യുവാവുമായി ബന്ധുത്വം വരണമെങ്കിൽ ഏറ്റവും എളുപ്പം എന്താ? തൻ്റെ ബന്ധപ്പെട്ട ആളുകളെ അങ്ങോട്ട് വിവാഹം ചെയ്തു കൊടുക്കുക. അത് വിചാരിച്ച് ജയന്തി എന്ന തൻ്റെ പുത്രിയെയും കൊണ്ട് ദേവേന്ദ്രൻ ഭൂമിയിൽ വന്ന് ഋഷഭദേവനോട് പറഞ്ഞു, നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും അങ്ങനെയുള്ളൊരു ഈ അസ്വാരസ്യങ്ങളും ഉണ്ടാവരുത്. ഋഷഭദേവൻ പറഞ്ഞു, എനിക്ക് അങ്ങയോട് യാതൊരു എതിർപ്പുമില്ല. അങ്ങ് മഴ പെയ്യിക്കാതിരുന്നപ്പോൾ ഞാൻ മഴ പെയ്യിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിൽ ദാ എൻ്റെ ഒരു സമ്മാനം സ്വീകരിക്കണം. ഋഷഭദേവൻ 2 കൈയും നീട്ടിയപ്പോൾ പറഞ്ഞു, 2 കൈ വേണ്ട, 1 കൈ മതി. വലത്തെ കൈ ഇങ്ങോട്ട് തരൂ പറഞ്ഞ് വലത്തെ കൈ കൊണ്ട് തൻ്റെ മകളുടെ വലത് കൈ ചേർത്ത് വെച്ചു കൊടുത്തു. അങ്ങനെ ജയന്തി ഋഷഭദേവൻ്റെ പത്നിയായി മാറി. അങ്ങനെ ഋഷഭദേവൻ രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് 100 പുത്രന്മാർ. മൂത്ത പുത്രൻ്റെ പേരാണ് ഭരതൻ. പിന്നെ 9 പേര് നവയോഗികൾ എന്നറിയപ്പെടുന്നു. കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജൻ. ഇതാണ് 9 പേരുടെ പേര്. അവരെ നവയോഗികൾ. പിന്നെ 9 പേര് ഈ ഭരത ചക്രവർത്തിയുടെ കീഴിൽ സാമന്ത രാജാക്കന്മാരായി തീർന്നു. അപ്പോൾ 9 9 18, ഭരതനടക്കം 19. ബാക്കി 81 പേരോ അവർ യാഗാദി കർമ്മങ്ങൾ ചെയ്ത് ബ്രാഹ്മണരായി മാറി. ഇങ്ങനെ 100 പേരുടെ കഥയും അവിടെ ഒന്ന് സൂചിപ്പിച്ചു. എന്നിട്ട് പറയുകയാണ്, ഈ സന്ദർഭത്തിൽ ഋഷഭദേവൻ്റെ രാജ്യം സ്വർഗത്തേക്കാൾ സുന്ദരമായ കാലത്ത് ഒരിക്കൽ ഋഷഭദേവൻ തൻ്റെ മക്കളെയൊക്കെ വിളിച്ചിട്ട് ഗംഭീരമായിട്ടൊരു ഉപദേശം കൊടുത്തു. അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ഈ മനുഷ്യദേഹം ദുഃഖത്തെ നൽകുന്ന വിഷയസുഖങ്ങൾ അനുഭവിച്ച് നശിപ്പിക്കരുത്. മറിച്ച് എന്തു വേണം? ശാശ്വതമായ ആനന്ദം ലഭിക്കുന്ന ഈശ്വരഭജനം ചെയ്യുകയാണ് വേണ്ടത്. ആ ബ്രഹ്മാനന്ദം അനുഭവിക്കണം. വിഷയാനന്ദം മൃഗശരീരങ്ങളിലും കിട്ടും. ആഹാര നീഹാര നിദ്രാമൈഥുനങ്ങൾ മൃഗങ്ങൾക്കും സാധിക്കുന്നതാണ്. എന്നാൽ വിവേകപൂർവം ചിന്തിക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രമാണ്. അതുകൊണ്ട് ആ മനുഷ്യനായി മാറിയാൽ മാനവൻ മാധവനെ ആശ്രയിക്കുകയാണ് വേണ്ടത്. എല്ലാം ഉപേക്ഷിക്കാൻ ശീലിക്കൂ. എല്ലായിടത്തും ഈശ്വരനെ കാണൂ. ദേഹഗേഹാദികളിൽ ആസക്തി വർദ്ധിച്ച് സംസാര ദുഃഖം അനുഭവിക്കാതിരിക്കാൻ ഈശ്വരനെ സേവിക്കണം. അവനവൻ സേവിച്ചാൽ മാത്രം പോരാ. പറഞ്ഞു, അച്ഛനമ്മമാരും മക്കളെയും യജമാനൻ തൻ്റെ ഭൃത്യരെയും രാജാക്കന്മാരവരുടെ പ്രജകളെയും ഗുരുനാഥൻ ശിഷ്യരെയും ഒക്കെ ഈശ്വരഭജനത്തിന് പ്രേരിപ്പിക്കണം. അല്ലെങ്കിൽ ഇവരാരും ആ സ്ഥാനത്തിന് യോഗ്യരല്ല എന്നൊക്കെ ഋഷഭദേവൻ ഗംഭീരമായിട്ട് പ്രഭാഷണം നടത്തി. പ്രഭാഷണം നടത്താൻ എളുപ്പമാണ് അല്ലേ? എന്തെല്ലാം കാര്യങ്ങൾ പറയാം. പക്ഷേ തിരിച്ചു ചോദിക്കുകയാണ്, ഇതൊക്കെ ശരിയാണ്, പക്ഷേ നിങ്ങളിങ്ങനെ ചെയ്യണുണ്ടോ? അയ്യോ അതെനിക്ക് പറ്റില്ല. പ്രസംഗിക്കാൻ എളുപ്പമാണ്, അത് പ്രവർത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാനൊക്കെ പറയാറുണ്ട്, ശ്രീശുക ഉവാച എന്ന് പറഞ്ഞിട്ടേ പറയാറുള്ളൂ. അല്ലെങ്കിൽ ഋഷഭദേവൻ പറഞ്ഞു, ഋഷഭ ഉവാച. കാരണം എന്താ? നമ്മളല്ല ഇതൊന്നും പറയണത്. നമുക്കിതൊന്നും പറയാനുള്ള അർഹതയുമില്ല, നമ്മളെങ്ങനെയൊന്നും ജീവിക്കുന്നുമില്ല. അപ്പം ഋഷഭദേവൻ ഇത്തരത്തിൽ പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു. എല്ലാം ഉപേക്ഷിക്കാൻ പറഞ്ഞ അദ്ദേഹം ഒരു ദിവസം എല്ലാം ഉപേക്ഷിച്ചു. തൻ്റെ ഭാര്യ, തൻ്റെ മക്കള്, തൻ്റെ ധനം, തൻ്റെ രാജ്യം. എന്തിന്? അദ്ദേഹം ദേഹബോധമില്ലാതെയായ ആത്മാരാമനായതുകൊണ്ട് അദ്ദേഹം വസ്ത്രം പോലും ഉപേക്ഷിച്ചു. നമുക്ക് വസ്ത്രം ഉപേക്ഷിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? നമ്മളിൽ നാണമുള്ളത് കൊണ്ടാണ്. ഈ ദേഹത്തെക്കുറിച്ച് നമ്മൾ പല ചിന്തകൾ നടത്തുന്നു, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ രീതി അനുസരിച്ച്. പക്ഷേ മഹാന്മാർക്ക് ഇതൊന്നും പ്രശ്നമല്ല, അവരെല്ലാം ഉപേക്ഷിക്കുന്ന ആളുകളാണ്. അങ്ങനെ അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് ശരീരമാത്ര പരിഗ്രാഹകനായി, ആത്മാരാമനായി. ശരീരം കൊണ്ടു നടക്കാതിരിക്കാൻ പറ്റില്ല, അതിനെ ഉപേക്ഷിക്കുന്നത്. ആത്മഹത്യ ഒട്ടും ശരിയല്ല. അങ്ങനെ കാലം പ്രതീക്ഷിച്ച് അദ്ദേഹം ഇങ്ങനെ നടന്നു. എന്തിന്?
അദ്ദേഹത്തിൻ്റെ വിസർജ്യങ്ങൾക്ക് പോലും 2 യോജന ദൂരത്തേക്ക് സൗരഭ്യം ഉണ്ടായിരുന്നു എന്നാണ്. കാരണം അതിൽ രജോ ഗുണവും തമോ ഗുണവും ഒട്ടും ഉണ്ടായില്ല, സത്വഗുണം മാത്രം. അപ്പം തൻ്റെ ശരീരം പോലും അലൗകികമാണ് എന്ന് ഋഷഭദേവൻ കാണിച്ചു തരും. അവസാനം അദ്ദേഹം ഒരിക്കൽ കുടജാദ്രിയിൽ, കുടകപർവ്വതത്തിൽ അദ്ദേഹം പോയ സമയത്ത് വലിയൊരു കാട്ടുതീയുണ്ടായി. ആ കാട്ടുതീയിൽ അദ്ദേഹം തൻ്റെ ദേഹം ഉപേക്ഷിച്ചു. അദ്ദേഹത്തോടൊപ്പം ദേഹം ഉപേക്ഷിച്ച പക്ഷിമൃഗാദികൾക്കൊക്കെ തന്നെ, സകല ജീവികൾക്കും ആ വൈകുണ്ഠലോകം അല്ലെങ്കിൽ മോക്ഷം എന്നുള്ള അവസ്ഥയുണ്ടായി എന്ന് പറഞ്ഞു. അങ്ങനെ ഋഷഭദേവൻ്റെ കഥ. അടുത്തതായി ഋഷഭദേവൻ്റെ പുത്രനായ ഭരതൻ്റെ കഥ. വംശത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണല്ലോ. അപ്പോൾ പ്രിയവ്രതൻ്റെ പുത്രൻ ആഗ്നീധ്രൻ, ആഗ്നീധ്രൻ്റെ പുത്രൻ നാഭി, നാഭിയുടെ പുത്രൻ ഋഷഭൻ, ഋഷഭൻ്റെ പുത്രൻ ഭരതൻ. ഇദ്ദേഹം തൻ്റെ പൂർവികന്മാരെ പോലെ തന്നെ വളരെ ശ്രേഷ്ഠനായിരുന്നു. രാജ്യത്തെ സ്വന്തം മകളെ പോലെ നോക്കി വളർത്തി. പ്രജകളൊക്കെ സ്വന്തം കുട്ടികളെപ്പോലെ വളരെ ഭംഗിയായിട്ട് രാജ്യഭാരം നടത്തി. വാർദ്ധക്യം വന്നപ്പോൾ എല്ലാം മക്കളെ ഏൽപ്പിച്ച് അദ്ദേഹം ഗണ്ഡകി നദിയുടെ തീരത്ത് പുലഹാശ്രമത്തിൽ താമസമാക്കി. ഏതാണ് ഈ ഗണ്ഡകി നദി? നേപ്പാളിലാണ് ഗണ്ഡകി നദി. അതിലാണ് സാളഗ്രാമങ്ങളൊക്കെ ധാരാളം കിട്ടുക. അപ്പം അങ്ങനെയുള്ള ഈ ഗണ്ഡകി നദിയുടെ തീരത്ത് അദ്ദേഹം താമസിക്കുന്നു. ഒരു ദിവസം എല്ലാം ഉപേക്ഷിച്ചു. അദ്ദേഹം വിഷ്ണു പൂജ, ഹരിപൂജ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളൂ. ഹരിനാമം ജപിച്ച് ഭഗവാനെ പൂജിച്ച് അങ്ങനെ അദ്ദേഹം കഴിയും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹം സന്ധ്യാവന്ദനത്തിനായി ഗണ്ഡകി നദിയിലേക്ക് എത്തിയ സമയത്ത് അവിടെ ഒരു മാൻപേട കരയ്ക്ക് വന്നിങ്ങനെ നിന്നു. ഗർഭിണിയാണ്, ഇതിനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അങ്ങനെ കരയിൽ നിൽക്കുന്ന മാൻപേട പെട്ടെന്ന് എവിടെ നിന്നോ ഒരു ഹരിശബ്ദം കേട്ടപ്പോൾ, ഹരിനാമം ജപിക്കുന്ന ആ ഭരതനെ പോലും പേടിപ്പിച്ചും കൊണ്ട് ഒരു ഹരിശബ്ദം, ഹരി സിംഹം. ആ സിംഹത്തിൻ്റെ ശബ്ദം അലർച്ച കേട്ടപ്പോൾ ആ മാൻ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ചാടി പേടിച്ചിട്ട്. അതോടുകൂടി അതിൻ്റെ ഗർഭം സ്രവിച്ചു. ആ തള്ളമാൻ വെള്ളത്തിലൊഴുകി പോവുകയും ചെയ്തു. ഒരു ചെറിയ പേടമാൻ, ഒരു ചെറിയ കുഞ്ഞുമാൻ, അത് വെള്ളത്തിലിങ്ങനെ കൈകാലിട്ട് അടിക്കണം കണ്ടപ്പോൾ ഭരതൻ നീന്തിച്ചെന്ന് അതിനെ രക്ഷപ്പെടുത്തി തൻ്റെ ആശ്രമത്തിൽ കൊണ്ടുവന്നു. അതിന് ചൂടൊക്കെ കൊടുത്ത്, അതിന് ചെറിയ ഇളമ്പുല്ലുകളൊക്കെ കൊടുത്ത് അതിനെ രക്ഷിക്കുന്നു. ഇതുവരെ ചെയ്യേണ്ടത് തന്നെയാണ്, നമ്മൾ ഒരാളെ സഹായിക്കേണ്ടതാണ്. പക്ഷേ അത് കഴിഞ്ഞും അതിൻ്റെ രക്ഷാകർതൃത്വം നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അപകടമായി എന്നാണ്. അത് നമ്മളെ സംസാര ദുഃഖങ്ങളിലേക്ക് വലിക്കും. ഇപ്പം പല ആളുകൾക്കും ഉണ്ട്. അന്ന് കാലത്ത് ഭരതന് അപകടമായത് മാനാണെങ്കിൽ ഇന്ന് കാലത്ത് എന്തൊക്കെയാണ്? ചില ആളുകൾക്ക് നായ്ക്കളാണ്, ചില ആളുകൾക്ക് പൂച്ചകളാണ്. അങ്ങനെ പലതിനെയും വളർത്തണ കാരണം എന്തായി? മറ്റൊന്നിനും സമയമില്ല. എന്ത് പറ്റി? സപ്താഹത്തിന് നിൽക്കാത്ത, ഒന്നും പറയണ്ട, പട്ടിക്ക് ചോറ് കൊടുക്കണം. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? സ്വയമേവ നമുക്കുണ്ടാകുന്ന പ്രാരബ്ധങ്ങൾ, അത് മക്കള്, ഭാര്യ, ഭർത്താവ്, അങ്ങനെ പലതരത്തിൽ പ്രാരബ്ധമുണ്ട്. അത് കൂടാതെ മറ്റു പലതും പിടിച്ച് നമ്മുടെ അവിടെ കൊണ്ടുവച്ച് അതിനെ കൊണ്ടുള്ള സമ്മർദ്ദത്തിൽ ജീവിച്ച് പ്രശ്നമാവും. പട്ടിക്ക് പനി പിടിക്കും, അല്ലേ? പട്ടിക്ക് വയ്യായ വരും, അതിനെ കൊണ്ടുപോകണം. എന്തെല്ലാം പ്രശ്നങ്ങളാണെന്ന് ആലോചിച്ച് നോക്കൂ. ഭരതനും ഈ ഒരു അവസ്ഥയുടെ ആദ്യത്തെ ആളാണ്. ഈ മാനിനോടുള്ള സ്നേഹം, ഹരിണിയോടുള്ള സ്നേഹം കാരണം ഇപ്പോൾ ഹരിഭക്തി കുറഞ്ഞു വന്നു. ഹരിണിയിൽ ആസക്തിയും ഹരിഭക്തി കുറയിലും രണ്ടും ഉണ്ടായിന്ന. പൂജയ്ക്കിരുന്നാൽ തന്നെ ശ്രദ്ധ കിട്ടണില്ല. കാരണം എന്താ? ഈ മാൻകുഞ്ഞിനെ ഏതെങ്കിലും സിംഹം പിടിച്ചു കൊണ്ടുപോവോ എന്നുള്ള പേടിയാണ്. അപ്പോൾ എന്തു ചെയ്യും? തൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഇരുത്തും. അങ്ങനെ പൂജ തുടങ്ങും. ഭഗവാനെ വിചാരിച്ച് ധ്യാനിച്ചിരിക്കുമ്പോഴേക്കും ഇടയ്ക്ക് ഒന്നിട്ട് ഓട്ടക്കണ്ണിട്ട് നോക്കും, മാനിനെ കാണാനില്ല. പെട്ടെന്ന് കണ്ണ് തുറന്ന് ചുറ്റും നോക്കുമ്പോൾ അപ്പുറത്ത് ഓടിക്കളിക്കണു. ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് വേഗം എഴുന്നേറ്റ് കൊണ്ടുപോയി ഇവിടെ കൊണ്ടുവരും. ചിലപ്പോൾ തോളത്തൊക്കെ എടുത്ത് നൃത്തം വയ്ക്കും. ഇങ്ങനെ പതിയെ ഹരിയോടുള്ള ആസക്തി ഇല്ലാതെയായി, ഹരിണിയോട് മാത്രം ആസക്തിയായി. അങ്ങനെ ഈ മാനിനെ വിചാരിച്ച് അദ്ദേഹം മാനായി പിറന്നു. മരിച്ചു കഴിഞ്ഞപ്പോൾ മാനായിട്ട് പിറന്നു. പക്ഷേ അദ്ദേഹത്തിന് പൂർവജന്മ സ്മരണ ഉണ്ടായതുകൊണ്ട് അദ്ദേഹം കാലരഞ്ജന പർവ്വതത്തിൽ ഒരു മാനായിട്ട് പിറന്നു.
അപ്പം അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഇനി ആരുമായിട്ടും സംഘമില്ല. മാനിനോടുള്ള സംഘമാണ് എന്നെ അപകടത്തിലാക്കിയത് എങ്കിൽ ഇനി ആരുമായിട്ടും എനിക്ക് സംഘമില്ല. അങ്ങനെ തീർച്ചപ്പെടുത്തി. മാനുകളോട് പോലും ബന്ധമില്ലാതെ ജീവിച്ച് അവസാനം തൻ്റെ ആ മൃഗശരീരത്തെ ഈ ഗണ്ഡകി നദിയിൽ തന്നെ, സാളഗ്രാമങ്ങൾ നിറഞ്ഞ ഗണ്ഡകി നദിയിൽ തന്നെ ഉപേക്ഷിച്ചു. എന്നിട്ടോ പിന്നീട് പ്രാരബ്ധം തീർന്നില്ല. അദ്ദേഹം അവിടെ അങ്കിരസിൻ്റെ ഗോത്രത്തിൽ ഒരു ബ്രാഹ്മണൻ്റെ 2 ഭാര്യമാരിൽ 2ാമത്തെ ഭാര്യയിൽ ഒരു സഹോദരിയോടുകൂടി ഇരട്ട സഹോദരനായിട്ട് അദ്ദേഹം പിറന്നു. അപ്പം അദ്ദേഹം എന്ത് വിചാരിച്ചു? ഈ സമയത്തും ഞാൻ ആരുമായിട്ടും ബന്ധം വയ്ക്കണില്ല. കാരണം ബന്ധങ്ങളൊക്കെ എന്നും ബന്ധനങ്ങളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം? മിണ്ടണ്ട, ചെവി കേൾക്കുന്നതായിട്ട് നടിക്കണ്ട, ഒന്നും വേണ്ട. ബധിരനെ പോലെ, മൂകനെ പോലെ, ബുദ്ധിയില്ലാത്തവനെ പോലെ ജീവിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അച്ഛൻ ഉണ്ണിക്ക് ഉപനയനം കഴിപ്പിച്ച് ഉണ്ണിയെ ഗായത്രി മന്ത്രവും വേദജപവുമൊക്കെ വേണ്ട പോലെ ചെയ്യിക്കണം എന്ന് വിചാരിച്ചുവെങ്കിലും അവിടെ 4 മാസം തുടർച്ചയായി ഗായത്രി മന്ത്രം ചൊല്ലാൻ പഠിപ്പിച്ചിട്ടും ഒരക്ഷരം പോലും പുറത്തേക്ക് വരുന്നില്ല. പാവം അച്ഛനും വല്ലാത്ത വിഷമായി. അച്ഛൻ ആ വിഷമത്തിൽ തൻ്റെ ആ ജീവൻ നഷ്ടപ്പെട്ട് അദ്ദേഹം പ്രാരബ്ധം തീർന്നപ്പോൾ അവിടുന്ന് യാത്രയായി. അമ്മയോ ഭർത്താവ് മരിച്ചപ്പോൾ തൻ്റെ മക്കളെ തൻ്റെ സപത്നിയായ ആ ഇടത്തിയുടെ അടുത്ത് ഏൽപ്പിച്ച് അമ്മയും ചിതയിൽ ചാടി സതി അനുഷ്ഠിച്ചു. ഭരതനെ ഇപ്പോൾ എല്ലാവരും ജഡഭരതൻ എന്നാണ് വിളിക്കുന്നത്. ജഡം എന്ന് പറഞ്ഞാൽ ആ ജീവനില്ലാത്തത്, അതേപോലെയാണ് സ്വഭാവം. പക്ഷേ അദ്ദേഹം ആത്മാരാമനാണ് എന്ന് ആർക്കെങ്കിലും അറിയോ? അതുകൊണ്ട് ഒരിക്കലും ദുഃഖം അദ്ദേഹത്തെ തൊട്ട് തീണ്ടിയിട്ടില്ല. സദാസമയവും ആനന്ദമയമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരം വജ്രസംഹനനോ യുവ എന്ന രീതിയിൽ ആയിരുന്നു, ഉറച്ച ശരീരം. അപ്പം ഈ വല്യമ്മയുടെ മക്കളായിട്ടുള്ള ഏട്ടന്മാരൊക്കെ എന്ത് പറയും? ഭരത ഒരു കാര്യം ചെയ്യുക, ഇത് ഈ വിറകൊന്ന് കീറിയിട്ടോ. ഭരതൻ ശരി എന്നുള്ള രീതിയിൽ അവിടെ ചെല്ലും, വിറക് കീറാൻ തുടങ്ങും. കുറച്ച് വെള്ളം കോരിക്കോളും, അതും ചെയ്യും. ഭരത ഇത് കഴിച്ചോ എന്ന് പറഞ്ഞ് എന്തെങ്കിലും കാടി വെള്ളം കൊടുത്താൽ സന്തോഷത്തോടു കൂടി അത് കഴിക്കും. ചില ദിവസങ്ങളിലോ കുറേ പായസം ഉണ്ടാക്കി കുറേ ബാക്കി വന്നു, ഭരത ഇന്നത് കഴിച്ചോ, ഭരതൻ അതും കഴിക്കും. ഇപ്പം കാടിവെള്ളമായാലും പഞ്ചാര പായസമായാലും ഒക്കെ ഒരുപോലെ. ഏതു പ്രവൃത്തിയും ഭഗവാനുള്ള സമർപ്പണം. കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ അനുസൃത സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേതൽ എന്ന ഭാവത്തോടുകൂടി ഭരതൻ ജീവിച്ചും കൊണ്ടേയിരുന്നു. കാലം പിന്നെയും മുന്നോട്ട് പോയി. അച്ഛൻ ഉപനയനത്തിൻ്റെ ഭാഗമായി അണിയിച്ച ഒരു പൂണൂല്, മുഷിഞ്ഞു നാറിയ ഏതോ ഒരു വസ്ത്രം, അത്രയേ ഉള്ളൂ ഭരതന്. പക്ഷേ ആ ഭരതനെ ഒരു ദിവസം വലിയ ഒരു വയലിൻ്റെ വലിയൊരു വിള നിറഞ്ഞ ആ സ്ഥലത്തിൻ്റെ കാവൽക്കാരനായിട്ട് കൊണ്ടിരുത്തി. അവിടെ കൊണ്ടിരുത്തിയിട്ട് എന്താ ചെയ്തത്? കയ്യിലൊരു വലിയ ആയുധം കൊടുത്തു. പന്നികളൊക്കെ വന്ന് ഈ വിള കുത്തിമറിക്കുന്നുണ്ട്, അതിനെ ഓടിക്കലാണ് പ്രധാന ജോലി. ഭരതൻ ആ പ്രവൃത്തിയിലും ഒരു വിഷമവും കാണിച്ചില്ല. അങ്ങനെ ഭരതൻ ഇത്തരത്തിൽ പ്രവൃത്തി തുടങ്ങിയപ്പോൾ ആ സന്ദർഭത്തിലാണ് ഒരു ധനിക പ്രമാണി, ചില കാപാലികന്മാർ അവിടെ ഭരതനെ അന്വേഷിച്ചു വന്നത്. കാരണം അവരുടെ നേതാവിന് കുട്ടികളില്ലാത്ത വിഷമം. അപ്പോൾ കുട്ടികളില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു? ഭദ്രകാളിക്ക് വലിയൊരു നരബലി ചെയ്താൽ കുട്ടിയുണ്ടാവുന്നതാണ്. ആലോചിച്ചു നോക്കൂ, ഈ വിശ്വാസത്തിൻ്റെ ഏറ്റവും മോശമായ ചില ഭാഗങ്ങൾ കൂടി ഭാഗവതം കാണിച്ചു തരുന്നുണ്ട്. ഒരു കുട്ടിയുണ്ടാവാൻ, തനിക്ക് തൻ്റെ സ്വാർത്ഥത, തനിക്കൊരു പുത്രനുണ്ടാവാൻ മറ്റൊരു ജീവനെ ബലി കഴിക്കുക എന്ന വളരെ മോശമായിട്ടുള്ള പ്രവൃത്തി ചെയ്യാൻ പുറപ്പെട്ടേക്കാണ്. അവർ ഒരാളെയൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അയാളെ കാണാനില്ല. അയാൾ എങ്ങോട്ടോ ഓടിപ്പോയി, കയറുമഴിച്ച് അയാൾ ഓടിപ്പോയി. പുതിയ ആളെ കിട്ടണം. ഇന്ന് രാത്രി അർദ്ധരാത്രി സമയത്ത് ആ ഭദ്രകാളിയുടെ മുമ്പിൽ രക്തം കൊണ്ട് തർപ്പണം ചെയ്യണം, നരബലി നടത്തണം. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആ കപാലികന്മാരിങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ്
അവിടെ ഏതാ ആ ഭരതനെ അവർ കാണുന്നു. വജ്രസംഹനനോ യുവ, ഉരുക്കൊത്ത ശരീരാവയവങ്ങളോടുകൂടിയിരിക്കുന്ന ഭരതനെ കണ്ടപ്പോൾ അവർക്ക് തോന്നി ഇത് തന്നെ നമുക്ക് പറ്റിയ ആള്, ഇവനെ പിടിച്ചു കൊണ്ടുപോവുക. അവർ ഭരതൻ അറിയാതെ പുറകിലൂടെയൊക്കെ വന്ന് ഭരതനെ ആ കയറിട്ടിങ്ങോട്ട് പിടിച്ചു. ഭരതൻ അവരോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്ന്. മിണ്ടണമൊന്നുമില്ല. അപ്പോൾ അവർ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ്. ഭരതനൊരു കൂസലും ഉണ്ടായില്ല, എന്തിനാ ഇവരിങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകണത് എന്ന് ഒരു ഭാവമാണ്. കാരണം തന്നെ ഇവർ പിടിച്ചു കൊണ്ടുപോകുന്നത് ഭഗവാന്റെ സങ്കല്പം. ഇനി അവിടെ കൊണ്ടുപോയിട്ട് എന്തു ചെയ്താലും തനിക്ക് ഭക്ഷണമൊക്കെ തരുന്നുണ്ടല്ലോ ഇവര്, ഭരതൻ ആലോചിച്ചു. അത് ഭഗവാന്റെ അനുഗ്രഹം. തന്നെ കുളിപ്പിച്ച് വിശേഷമായിട്ടുള്ള പട്ടുവസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് ചെമ്പരത്തി പൂമാല അണിയിച്ച് അതേപോലെ രക്തതിലം തൊടിയിച്ച് വിശേഷമായിട്ടുള്ള ഭോജ്യങ്ങളും പാനീയങ്ങളൊക്കെ തന്ന്, എന്താ ഇവർക്ക്, എന്തിനാ എന്നെ അങ്ങനെ കെട്ടിക്കൊണ്ടുവന്നേക്കണതെന്ന് ഇഷ്ടമില്ല. ഭരതൻ അങ്ങനെ ഇരിക്കുമ്പോൾ ദാ പെട്ടെന്ന് മൃദംഗം, പണവം, ആനകം, ദുന്ദുഭി തുടങ്ങിയ വാദ്യങ്ങളൊക്കെ മുഴങ്ങുന്നു. ആ സന്ദർഭത്തിൽ ഭരതൻ ആലോചിച്ചു, ഇതെന്താവും, എന്നെ വലിയ ഗംഭീരമായിട്ട് എഴുന്നള്ളിച്ചു കൊണ്ടുപോകണുണ്ടല്ലോ. ഭൂഷണാലേപസക്തിലകാദിഭിരപസ്കൃതം ഭുക്തവന്തം ധൂപദീപമാല്യലാജ കിസലയാങ്കുരഫലോപഹാരോപേതയാ വൈശസ സംസ്ഥയാ ഗീതസ്തുതി മൃദംഗപണവഘോഷേണ. എന്താണോ എന്തോ ആവട്ടെ, ഭരതൻ അവരുടെ കൂടെ ഇങ്ങനെ നടന്നു. അങ്ങനെ നടന്ന് അവിടെ ദാ ഭദ്രകാള്യാപുരത ഉപവേശയാമാസു, ഭദ്രകാളിയുടെ മുമ്പിൽ കൊണ്ടുപോയിരുത്തി. അപ്പോഴേക്കും ആ ഭദ്രകാളിയുടെ അമ്പലത്തിൻ്റെ പൂജാരി ഇരുതലമൂർച്ചയുള്ള വാളൊക്കെ എടുത്തും കൊണ്ട് പലതരത്തിലുള്ള മന്ത്രങ്ങൾ, ഘോഷമന്ത്രങ്ങളൊക്കെ ചൊല്ലി ഘ്രാം ഘ്രീം ഘ്രൂം എന്നൊക്കെ പറഞ്ഞ് ബഹളുണ്ടാക്കി. ഈ കപാലികന്മാർ ചുറ്റും അവരിതാ ഉറക്കെ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം ഇതാ കാളിയുടെ മുമ്പിൽ ബലി കൊടുക്കാൻ പോവുകയാണ് ഭരതന്. അപ്പോഴും ഒരു കുലുക്കവും ഉണ്ടായില്ല എന്ന് പറയുന്നു. അങ്ങനെ നിർവൈരനായിരിക്കുന്ന, പ്രശാന്താത്മാവായിരിക്കുന്ന, സമഭാവനയോടുകൂടി ലോകത്തെ കാണുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭക്തനെ അത്തരത്തിൽ വെട്ടിക്കൊലപ്പെടുത്താൻ പുറപ്പെട്ടപ്പോൾ ആ ദേവിക്ക് അത് സഹിച്ചില്ല എന്നാണ്. ദേവിയുടെ ആ രോഷം അട്ടഹാസമായി അവിടെ മുഴുവൻ ഉയർന്നിങ്ങനെ കേട്ടു. നോക്കുമ്പോൾ പൊന്നിൻ ചിലമ്പ് കിലുക്കിക്കൊണ്ട് ഭദ്രകാളി ആ വിഗ്രഹത്തിൽ നിന്നും ചാടിയതാ പുറത്തേക്ക് വരുന്നു. അവിടെ ആ ദേവി ആ ആളുകളുടെ, കപാലികന്മാരുടെ മുഴുവൻ ശിരസ് മുറിച്ച് അവരുടെ തലകളെടുത്ത് അമാനമാടി പന്ത് കളിച്ചു എന്ന് പറയുന്നു. ഇത് ഭക്തന്മാരുടെ മുമ്പിൽ ആരൊക്കെ ഏതൊക്കെ തരത്തിൽ ആഭിചാര പ്രവൃത്തികൾ ചെയ്താൽ അവർക്ക് തന്നെയാവും നാശം. നമേ ഭക്തപ്രണശ്യതി എന്ന് ഭഗവാൻ ഈ ഭദ്രകാളി അവതാരത്തിലൂടെയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ആ ഭദ്രകാളിയുടെ പാദങ്ങളിൽ, ആ ഭരതയോഗീശ്വരൻ്റെ പാദങ്ങളിൽ ഒക്കെ നമുക്കും വീണ് നമസ്കരിക്കാം. നമ്മളിലും ഭക്തി ഉണ്ടാവട്ടെ. ഭരതതുല്യമായ ആ ഭക്തിഭാവം നമ്മളിൽ നിന്ന് എത്രയോ അകലെയാണെങ്കിലും അതൊക്കെ നമുക്ക് ആ ഭഗവാൻ, ആ ഭഗവതി, ഭക്തജനതതി നമുക്ക് പകർന്നു തന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്കിപ്പോൾ ഭഗവത്പാദങ്ങളിൽ ദീപാരാധനയോടുകൂടി സമർപ്പിക്കാം.